മാറ്റി ചിന്തിക്കുവാൻ സമയമാകുമ്പോൾ ചിന്തകളെ മാറ്റി ചിന്തിക്കുവാൻ സമയമാകുമ്പോൾ നമ്മൾ മാറിയേ പറ്റൂ. ചിന്തകൾ മാറ്റി ചിന്തിക്കുവാൻ മാറുവാൻ സമയമാകുമ്പോൾ നമ്മൾ മാറിയേ പറ്റൂ എന്നത് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ് മണി മൈൻഡ് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് നമുക്ക് എവിടെയോ ഒരു തെറ്റു പറ്റി എന്നതിന്റെ ലക്ഷണം കാര്യങ്ങളൊന്നും നേരെ വരുന്നില്ല എന്നതാകുന്നു. നമുക്ക് കാര്യമായ തെറ്റ് ഉള്ളിൽ പറ്റിയിട്ടുണ്ട്. നമുക്ക് കൃത്യമായ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ റൂട്ടൊന്നും ശരിയല്ല എന്നതിന്റെ ലക്ഷണം ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ തന്നെ. ജീവിതത്തിൽ നിരന്തരമായി പ്രതിസന്ധികൾ കുന്നുകൂടുമ്പോഴും തൻ്റെ ധാരണകളെയും ചിന്താഗതിയെയും കാഴ്ചപ്പാടിനെയും മാറ്റുവാൻ വേണ്ടി അയാൾ തയ്യാറാവാതിരിക്കുകയും അതിലേക്ക് നയിക്കുന്ന ഏതെങ്കിലും വിളികളെ കോളുകളെ അവഗണിക്കുകയും തൻ്റെ നിലപാടിൽ തന്നെ ഒരു പാറ പോലെ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ ആ മനുഷ്യൻ അധികം വൈകാതെ തകർക്കപ്പെടും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടി പറയുന്നു, 2025 ഹാപ്പി പാർക്ക് സ്റ്റാർട്ട് ചെയ്ത മണി മൈൻഡ് സെറ്റ് ഏതൊരു മനുഷ്യന്റെയും, ഒരു മനുഷ്യനാണെങ്കിൽ അയാളുടെ ചിന്താഗതികളെയും കാഴ്ചപ്പാടുകളെയും എല്ലാം മാറ്റിക്കുറിക്കുവാനും, പ്രത്യേകിച്ച് ഇതുവരെ ചിന്തിച്ചതൊന്നും ഒരു ചിന്തയായിരുന്നില്ല, അതല്ലെങ്കിൽ അതെല്ലാം തെറ്റായിരുന്നു, എന്തുകൊണ്ട് എനിക്ക് ഈ രൂപത്തിലൊരു അനുഭവം വന്നു എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു അറിവും അവബോധവും ഒരു വെളിച്ചവും അവർക്ക് ലഭിച്ചു കാണും, സംശയമൊന്നുമില്ല. അതേപോലെ തന്നെ നമുക്ക് മാറി ചിന്തിക്കേണ്ടത് എന്താണ് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, ആ മാറി ചിന്തിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ തന്നെ അന്തരാത്മാവിലോട്ട് നമ്മൾ പോലും അറിയാതെ സന്നിവേശിപ്പിക്കുന്ന ചില ശക്തമായ ടെക്നിക്കിലൂടെയാകുന്നു ആ കോഴ്സ് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇനിയും എൻ്റെ ശബ്ദം കേൾക്കുന്ന ആൾക്കാർ എല്ലാവരും കേൾക്കുക. ജീവിതത്തിൽ നമുക്ക് എല്ലാം ഉണ്ടെങ്കിൽ, നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ, നല്ല സമൃദ്ധി ഉണ്ടെങ്കിൽ, നമുക്ക് ഹാപ്പി ആണെങ്കിൽ, നമുക്ക് നമ്മളെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ഭാഗ്യവാന്മാരാണ്. ഞാൻ ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകൾ എണ്ണിയാൽ വിരലെണ്ണുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളൊരു 10 ലക്ഷം ആൾക്കാർ എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു 10,000 ആളുകൾ പോലും ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഉണ്ടാവില്ല. മഹാഭൂരിപക്ഷം ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഈ പറയപ്പെട്ട മഹാഭൂരിപക്ഷം ആൾക്കാർക്കും വലിയ പ്രതിസന്ധികൾ ഉണ്ടാവും. ഈ പ്രതിസന്ധികളെ ശരിക്ക് കൈകാര്യം ചെയ്യാതെ ആ പ്രതിസന്ധികളുമായിട്ട് ജീവിക്കുമ്പോൾ ആ പ്രതിസന്ധി പതുക്കെ പതുക്കെ പ്രസവിച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി അത് പിന്നീട് ഈ മനുഷ്യനേക്കാളും വലുതായി ഇയാൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിനേക്കാളും അപ്പുറത്തോട്ട് ഈ പ്രതിസന്ധികളൊക്കെ നീങ്ങിപ്പോവും, അല്ലെങ്കിൽ വലുതാവും. അപ്പോ ഓരോ പ്രതിസന്ധിയെയും അതത് സമയത്ത് കൃത്യമായി ഊരിപ്പോരുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഒരുപാട് ചങ്ങലക്കെട്ടുകൾ ഒഴിവാക്കാമായിരുന്നു. അതുമല്ലെങ്കിൽ ഇത്തരം പ്രതിസന്ധികളെ ആരോഗ്യകരമായി കൈകാര്യം ചെയ്യുവാനുള്ള ഒരു വിദ്യ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രതിസന്ധികളെയൊക്കെ നമുക്ക് പുഷ്പം പോലെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇത് അജ്ഞത, അന്ധകാരം, മനസ്സിന്റെ ഉള്ളിലെ അജ്ഞതയും അന്ധകാരവും കൊണ്ട് മനുഷ്യനത് തോന്നുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും കാണുന്നില്ല. അങ്ങനെ നരക ജീവിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഭൂരിപക്ഷം ആളുകളും. അവർക്ക് ഒരു പ്രതീക്ഷയാകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊക്കെ മുഴുവനായിട്ട് കേട്ടിരിക്കുവാൻ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അതാ എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് നല്ല ശുഭകരമായ ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴേക്കും അങ്ങ് ലെഫ്റ്റായി പോവാനാണ് തോന്നുന്നുവെങ്കിൽ നമ്മുടെ RAS, അതായത് ഒരു കാര്യം ഞാൻ പറയുന്നു, ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ അവൻ ഏത് ഭാഗത്തേക്കാണോ ചിന്തിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു ആന്റിന അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരാള് ഇന്ന കാറ് വാങ്ങാൻ വേണ്ടി ചിന്തിക്കുമ്പോൾ ആ കാറ് തന്നെ കാണുന്നത്. വിവാഹം കഴിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാരെ മാത്രം കാണുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ അതുമായി മാത്രം സോർട്ട് ചെയ്ത് ബ്രെയിൻ കാണിച്ചു തരുവാനുള്ള കാരണം നമ്മൾ എങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് ഈ നിമിഷം ഹാപ്പി പാർക്കിന് ഈ പ്ലാറ്റ്ഫോമിൽ വളരെയധികം ശക്തിയോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറയുന്നു, മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്ത ആൾക്കാരുടെ സന്തോഷകരമായ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാം. ആരാണ് ആദ്യം സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞത് അർത്ഥവത്തായ കാര്യങ്ങളാണോ, എന്താണ് ഇതിന്റെയൊക്കെ പൊരുൾ എന്ന് മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്ത ആൾ മാത്രമേ വീഡിയോ ഓണാക്കാവൂ, അല്ലെങ്കിൽ ഓഡിയോ ഓണാക്കാവൂ. അല്ലാത്ത ആളുകൾ മുഴുവനും ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ
ഡിസ്റ്റർബൻസ് വരും. ഒരാൾ സംസാരിച്ച്, ആരാണ് സംസാരിക്കുന്നത്? ആദ്യം സംസാരിക്കുന്നത് മണി മൈൻഡ് 15ാമത്തെ ബാച്ചിൽ പങ്കെടുത്ത ഒരാൾക്ക് സംസാരിക്കാം. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്റെ പേര് സജിമുദ്ദീൻ ആണ്. ക്യാമറ ഓൺ ആക്കാൻ പറ്റുമോ സർ? ഞാൻ ഡോൺ ഡ്യൂട്ടിയിലാണ് സാർ. കുറച്ച് പറ്റുന്ന ആൾക്കാർ ചെയ്താണ്. പറഞ്ഞു. ഓക്കെ. അപ്പൊ ഞാന് ആദ്യമായി നന്ദി പറയുകയാണ് കരീം സാറിനും ഈ ടീം മെമ്പേഴ്സിനും. ആദ്യമായി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് പ്ലാറ്റ്ഫോമുകളിലും പല വേദികളിലും സംഭാഷണങ്ങളും അറിവുകളും ഒക്കെ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായി നല്ലൊരു അനുഭൂതിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഉള്ളിൽ ഒരു ശാന്തത, ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ഇപ്പൊ ഒരുപാട് സമാധാനവും ശാന്തിയൊക്കെ ഉള്ളിൽ ലഭിക്കുന്നുണ്ട്. ഒരുപാട് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, ശാന്തതയുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഒരു 6-7 മാസമായിട്ട് ഒരു കുറച്ച് ക്യാഷ് കിട്ടാനുണ്ടായിരുന്നു ഒരു വ്യക്തിയിൽ നിന്നും. അത് ആ പുള്ളിക്ക് തരാൻ മനസ്സുള്ള വ്യക്തിയായിരുന്നു. പക്ഷെ എന്തോ സാഹചര്യം കൊണ്ട് കുറച്ച് മാസങ്ങൾ നീണ്ടുപോയി. ഇപ്പൊ 2-3 ദിവസം മുമ്പ് എനിക്കത് 2 വട്ടമായിട്ട് ആ പുള്ളി തന്നു തീർത്തു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അടുത്ത ട്രഷർ കോഴ്സ് ചെയ്യാനുള്ള ഒരു താല്പര്യത്തിൽ നിൽക്കുകയാണ് ഞാൻ. ഇൻഷാ അള്ളാ അടുത്ത മെയ് മാസത്തിലെങ്ങാണ്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അറിയാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യണം. നമ്മൾ ചെലവാക്കിയ പൈസയിൽ നിന്നും ഒരുപാട്, അതിനേക്കാൾ കൂടുതൽ ഒരുപാട് മൂല്യവത്തായ അറിവുകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഞാന് പടച്ച തമ്പുരാനോടും ഹാപ്പി പാർക്കിനോടും സാറിനോടും ടീം മെമ്പേഴ്സിനോടും എല്ലാം നന്ദിയും കടപ്പാടും എപ്പോഴും എനിക്കുണ്ടായിരിക്കും. താങ്ക് യു സാർ. ഓക്കെ, ഓക്കെ, വളരെ സന്തോഷം. അതിലെ കണ്ടന്റുകൾ നമ്മൾ അന്തരാത്മാവിലോട്ട് പകർത്തുവാനുള്ള ചില പ്രാക്ടീസുകൾ ഉണ്ടായിരുന്നു. അത് ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും മാറ്റം കൊണ്ടുവരില്ലേ സജിമുദ്ദീൻ സാർ? തീർച്ചയായും സാർ, തീർച്ചയായും. നമുക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട് സാറേ. നാളെ ഭാവിയിലേക്ക് നല്ലൊരു പ്രതീക്ഷ മനസ്സിൽ ഉടലെടുക്കുന്നുണ്ട്. നല്ലൊരു പോസിറ്റീവ് മൈൻഡിലേക്ക് എത്തിച്ചേരുന്നുണ്ട് നമ്മൾ. ദേഷ്യമില്ല, ശാന്തത. ഉള്ളിൽ നല്ല ശാന്തതയും സമാധാനവും ഉണ്ട്. ഏതൊരു പ്രതിസന്ധി വന്നാലും നമ്മളിൽ തന്നെ അതിന്റെ ഒരു സൊല്യൂഷൻ നമ്മളിൽ തന്നെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ അതിന്റെ പരിഹാരം കാണാനെത്തും. ആ പ്രശ്നത്തെക്കാൾ വലിയവനാണ് ഞാൻ. ആ പ്രോബ്ലത്തിന് നമ്മളൊരു സ്ഥാനം കൊടുക്കുക, അതിനേക്കാൾ വലിയ മൂല്യവത്തായ ഒരു വ്യക്തിയാണ് ഞാൻ എന്നുള്ള നമ്മളിൽ തന്നെ നമുക്ക് അതിന്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും കൂളായിട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ആളാരാണ് സംസാരിക്കുന്നത്? വളരെ സന്തോഷം. ഇത് വലിയ പ്രതീക്ഷയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്നത്. ഈ ഹാപ്പിനെസ് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ, ഒരു ദിവസം നമ്മുടെ ലൈഫിലും ഇതെല്ലാം ഹാപ്പി ആയത് മാത്രം കാണും. അടുത്ത ആര് സംസാരിക്കുന്നത്? ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ക്യാമറ ഓൺ ആക്കാൻ പറ്റുമോ? ക്യാമറയോ? പറ്റുകയാണെങ്കിൽ നന്നാവും. എന്നാൽ ആളുകൾക്ക് ഒരു എനർജിയാണ്. ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ അയാളുടെ മുഖം കാണുമ്പോൾ ഒരു എനർജിയാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്റെ പേര് മൃദുല. ഞാൻ പാലക്കാട് വരുന്ന വിനോദ് കുമാർ എന്ന് പറഞ്ഞ വാളയാളി വിനോദ് കുമാറാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ, പ്രായപരിധി ഇല്ലാതെ പ്രായം കൂടിയും കുറഞ്ഞുള്ള ആൾക്കാർക്ക് നമ്മൾ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പറയുമ്പോൾ അത് കേൾക്കുന്നല്ലാതെ. ഹലോ, കുഴപ്പമില്ല, കുഴപ്പമില്ല. നിങ്ങൾ ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ? ഹെഡ്ഫോൺ ഇല്ല, ഉണ്ടോ? ഹെഡ്ഫോൺ ഇല്ല. സംസാരിച്ചു. അല്ല, ഞാൻ ഇതിലേക്ക് ഹാപ്പി പാർക്കിലേക്ക് വരാൻ കാരണം വിനോദ് കുമാർ എന്ന് പറയുന്ന വാളയാറിലെ ചേട്ടൻ മുഖാന്തരാണ് വന്നത്. ചില ആളുകൾ ഓണാക്കുന്നു. സ്വപ്ന ഓണാക്കരുത്, ക്യാമറ വീഡിയോ ഓണാക്കരുത്, എല്ലാവരും ഓഫ് ആക്കുക. ഓക്കെ, സംസാരിച്ചു. സർ, നമസ്കാരം. ഞാൻ ഈ ഹാപ്പി പാർക്കിൽ വരാനിടയായ ഒരാളെ നമ്മുടെ വിനോദ് കുമാർ എന്ന് പറഞ്ഞ വാളയാറിലെ വ്യക്തിയാണ്. അദ്ദേഹം ഞാനായിട്ട് പല ബിസിനസ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം എന്റെ നല്ല സുഹൃത്താണ്. അദ്ദേഹത്തിനോട് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ആരുടെ അല്ല, ഏതൊരു വ്യക്തിയോട് പറഞ്ഞാലും നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് നമുക്കൊരു ഇത് കിട്ടുന്നില്ല, റിപ്ലൈ കിട്ടുന്നില്ല. പക്ഷെ ഈ ഹാപ്പി പാർക്കിൽ വന്നതിന് ഞാൻ അത്യാവശ്യം ടെൻഷൻ, സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന വ്യക്തിയാണ്. ടെൻഷൻ, സ്ട്രെസ് മീൻസ് ബിസിനസ് പരമായിട്ടുള്ള ടെൻഷൻ, സ്ട്രെസ് കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന വ്യക്തികളാണ്. 40-45 വയസ്സായ ചില അസുഖത്തിന്റെ പേരിലൊക്കെ നമുക്ക് നമ്മുടെ ഈ ടെൻഷൻ, സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ തന്നെയാണെന്ന് നമ്മുടെ മനസ്സിലാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. നമ്മൾ തന്നെയാണ് മെയിൻ ആയിട്ട് ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ മനസ്സിലായി. കാരണം അത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് ഒരാളെ കുറച്ച് കുറ്റം പറയാനോ പരദൂഷണം പറയാനോ അല്ലെങ്കിൽ അത് പരദൂഷണം പറഞ്ഞ് കേൾക്കാനോ ഒന്നും തോന്നുന്നില്ല.
നമ്മൾ ഈ ഒരു ഹാപ്പി മണി മൈൻഡ് സെറ്റ് പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തതിന് ശേഷം എനിക്ക് സാധാരണ വീട്ടിൽ പഴയ ആൾക്കാരും പഴയ പ്രോവേർബുകൾ പറയാറുണ്ട്. മക്കളെ കണ്ട് മാപ്പവും കൊണ്ട് കൊതിക്കരുത്, അങ്ങനെ ഓരോരോ പ്രൊവേഴ്സ് പറയുന്നത്. അങ്ങനെ കുറച്ച് പ്രൊവേഴ്സ് പേർത്ത് മാത്രമേ കേട്ടിട്ട് ശീലമുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇതിൽ നമ്മൾക്ക് അറിയാത്ത ഞാൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിൽ മനസ്സിലാക്കി. എന്നുവെച്ചാൽ ഞാൻ ഇതിൽ വന്ന് 3 ദിവസം ഞാൻ ക്ലാസ് കേട്ടപ്പോൾ തന്നെ എനിക്ക് കോൺസെൻട്രേഷൻ പെട്ടെന്ന് അതിൽ കിട്ടിയില്ലെങ്കിൽ പോലും പിന്നീട് കോൺസെൻട്രേഷൻ കിട്ടി. ഞാൻ ഇതിലേക്ക് പല ആൾക്കാരെയും പാലക്കാട് നിന്നും ട്രിവാൻഡ്രത്തു നിന്നും ചാലക്കുടിയിൽ നിന്നും ഇരിഞ്ഞാലക്കുടിയിൽ നിന്നും പല ആൾക്കാരും ഇതിൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരും കേട്ടപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറയാം. പിന്നെ ചില ആൾക്കാരുണ്ട് എത്ര പറഞ്ഞാലും നന്നാവാത്ത ആൾക്കാർ. അത് പറഞ്ഞാൽ എല്ലാം കൈ കഴുകാതെ മീൻ പിടിക്കണം, അതായത് ഒന്നും ചിലവാക്കാതെ പൈസ കിട്ടണം. ഒന്നും ചിലവാക്കാതെ അവർക്ക് നോളജ് കിട്ടണം. അപ്പൊ ഞാൻ പറഞ്ഞു അവരെ നമുക്ക് മാറ്റാൻ പറ്റില്ല, ബിക്കോസ് ദേ ആർ പാവപ്പെട്ടവരാണല്ലോ. നമ്മളൊക്കെ പാവപ്പെട്ടായിട്ട് ഇപ്പൊ പണക്കാരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. അവർ പാവപ്പെട്ടവരാണ്, അവർക്ക് ഫുൾ ടൈം നെഗറ്റീവ്സ് മാത്രമേ പറയാൻ നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ ആ നെഗറ്റീവ് പറയാൻ നമ്മൾ നന്നാക്കാൻ പോകണ്ട, കാരണം അവർ നന്നാവില്ല. അപ്പൊ അവരെ നന്നാക്കാൻ പോണ നേരം കൊണ്ട് നമ്മൾ നന്നായി കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാവും. അത് കാരണം കൊണ്ട് ഞാൻ അവരെ നന്നാക്കാൻ പോകില്ല. നീയായി നല്ല പാടായി ഞാൻ എല്ലാ ദിവസവും ഫ്രീലും കിട്ടുക, കേറിക്കോളൂ കേട്ടോളൂ, എപ്പോഴാണ് സൗകര്യം ആ സമയത്ത് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ അത് ഡ്രോപ്പ് ചെയ്തു. പക്ഷെ കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി, കാരണം ഫുൾ ടൈം നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ആ വ്യക്തി പോലും നമ്മൾ വിളിച്ചിട്ട് കരീം സാറിന്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരാൻ പറഞ്ഞിട്ട് പോലും വരുന്നില്ല. കേവലം ഒരു 200 രൂപയുടെ കാര്യം, ഒരു 500 600 രൂപ കാര്യമുള്ളൂ, വരുന്നില്ല. അപ്പൊ അവരെ മാറ്റാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി. പിന്നെ എനിക്ക് കിട്ടിയ അനുഭവം എന്ന് വെച്ചാൽ 3 ദിവസം കൊണ്ട് ഞാൻ ഈ കോൺസെൻട്രേഷൻ കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ കുറച്ച് പൈസകൾ, ചെറിയ പൈസ 10,000 രൂപയാണെങ്കിലും ഒരു എത്രയാണെങ്കിലും വലിയ എമൗണ്ട് വേറെ കിടക്കുന്നുണ്ട്. അത് ഒരു കമ്പനി വിശ്വസിച്ചിട്ടതാണ്, അത് കിട്ടിയിട്ടില്ല. ഞാൻ എന്തായാലും അത് വാങ്ങിച്ചെടുക്കും. കാരണം 10,000 രൂപ വാങ്ങിച്ചെടുക്കാന്നുണ്ടെങ്കിൽ വലിയ എമൗണ്ട് വാങ്ങിച്ചുള്ള കഴിവ് എനിക്കുണ്ട്, അത് ചെയ്യും. പക്ഷെ ഞാൻ അവരെയൊക്കെ ഞാൻ മാക്സിമം ക്ഷമിച്ച് ഇലക്ഷൻ കാര്യങ്ങളൊക്കെ ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സാറ് പറഞ്ഞ പോലെ നമുക്ക് ദേഷ്യപ്പെടുന്നവരോട് ദേഷ്യപ്പെടാം, സ്നേഹിക്കുന്നവരോട് സ്നേഹിക്കാം, അങ്ങനെ പലതും പറഞ്ഞല്ലോ. ഒരു ആള് ഈ ഹാപ്പി പാർക്കിൽ വന്നുകൊണ്ട് മൊത്തത്തിൽ അങ്ങനെ നമുക്ക് അങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ മാറാൻ പറ്റിയില്ലെങ്കിൽ പോലും എനിക്ക് ഇവിടെ വന്നതിന് ശേഷം വളരെ ഇപ്പോ സങ്കടങ്ങൾ വരുന്നില്ല. സങ്കടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടപ്പെടാൻ തോന്നുന്നില്ല, കാരണം ആരോടും അധികം സംസാരിക്കാനേ തോന്നുന്നില്ല. പിന്നെ ഇവിടെ വന്നതിന് 3 ദിവസം 4 ദിവസം കഴിഞ്ഞ് ഞാൻ ബിസിനസ് പറഞ്ഞ പലരിൽ നിന്നും എനിക്ക് കോൾ ഇങ്ങോട്ട് വന്നു. ഉള്ള സത്യം ആത്മാർത്ഥമായി പറയണം, ഞാൻ ബിസിനസ് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, അവർ പൈസ ഇല്ല അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന വ്യക്തികൾ പലവരും എനിക്ക് അക്കൗണ്ടിലേക്ക് അവർക്ക് പറ്റുന്ന പൈസ അവർ അയച്ചു തന്നു. പിന്നെ അതുപോലെ തന്നെ വേറെ ചേച്ചി ഞാൻ ചെറിയൊരു എമൗണ്ടിൽ ചേർന്നോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ജോബ് ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ ക്രിപ്റ്റോ കറൻസിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് ടോട്ടൽ MLM മൊത്തം സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാനിപ്പോ ഒരു ഇന്ത്യൻ കോർപ്പറേറ്റ് ക്രെഡിറ്റ്സ് ഇൻ ക്രിപ്റ്റോ കറൻസി ആണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് എനിക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കോൾ വന്നു. പിന്നെ അതുപോലെ തന്നെ 10,000 രൂപ കിട്ടാനുള്ള വ്യക്തിയെ വീട്ടിൽ പോയിട്ട് പ്രഷർ ഉണ്ടാക്കിയപ്പോൾ ആ 10,000 രൂപ എനിക്ക് അയച്ചു തന്നു. അത് എനിക്ക് ഒരു 840 രൂപ ഓട്ടക്കാശ് പോയാലും അത്യാവശ്യം നമ്മുടെ മുതൽ നമ്മൾക്ക് തിരിച്ചു കിട്ടി. ഇനിയിപ്പോ ഒരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി നമ്മൾ പാവപ്പെട്ടിൽ നിന്ന് നമ്മൾ പണക്കാരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇനി ഒരു പണക്കാരനെ കണ്ടെത്തണം. ഒരു പണക്കാരനായുള്ള വ്യക്തിയോടുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും അങ്ങനെയുള്ള ഈ പണക്കാരനെ ഞാൻ ഇപ്പൊ എവിടുന്ന് കണ്ടെത്തുന്നതാണ് ആലോചിക്കുന്നത്. പണക്കാരനെ സാറ് പറഞ്ഞ പോലെ പണക്കാരന്റെ കൂടെ കൂടുക, പണക്കാരെ കാണുമ്പോൾ മാറി നിൽക്കാതിരിക്കുക, അവരുടെ ചിന്താഗതിയിലേക്ക് പോകാന്ന് പറഞ്ഞല്ലോ. അപ്പൊ പണക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലയൺസ് ക്ലബും കാര്യങ്ങളുള്ള ഇതിലെ പണക്കാരുടെ കൂടെ കൂടി നമ്മൾ നമ്മുടെ മൈൻഡ് അവരെ പോലെ ആക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. വളരെ നല്ല ക്ലാസ് ആണ്. എനിക്ക് എന്താണെങ്കിലും ഇവിടെ വന്നതിന് ശേഷം ഞാൻ എന്ന വ്യക്തിയിലെ എനിക്ക് ഒരുപാട് അറിവ്, ഒരുപാട് നോളജസ് കിട്ടിയത് കിട്ടുന്നതാണ്. കാരണം നമ്മൾ പാവപ്പെട്ടവരാണ്, നമ്മൾ പണക്കാരെ ചിന്തിക്കണം, നമ്മുടെ മൈൻഡിൽ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം നമ്മളുണ്ടാക്കണം, നമ്മളാണ് ഡെവിൽ, നമ്മളാണ് മാലാഖ, നമ്മളാണ് എല്ലാത്തിനും അടിസ്ഥാനം നമ്മളാണെന്നോ. പിന്നെ നമ്മൾ ഈ പാവപ്പെട്ട പണക്കാരെ കാണുമ്പോൾ മാറി നിൽക്കാൻ പാടില്ല എന്നുള്ളതും അതുപോലെ തന്നെ നമ്മൾ അവരെ കാണുമ്പോൾ മാറി മാറി പോകേണ്ട ആവശ്യമില്ല, നമ്മളെപ്പോലെ ഒരു വ്യക്തിയാണെന്നും നമ്മളെപ്പോലെ 2 കൈയും കാലും അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ മനസ്സിലായി. അതുപോലെ തന്നെ നമ്മൾക്ക് പല രീതിയിലുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിലും ഇപ്പൊ നമുക്ക് നമ്മളെ വിഷമങ്ങൾ പലർക്കും പറയുമ്പോൾ അവർ കേൾക്കുന്നുണ്ട്, അവർക്ക് ആർക്കും സഹായിക്കാൻ പറ്റില്ല. സോ സാറ് ഫസ്റ്റ് മുഴുക്കെ പറയുന്ന ഒരു കാര്യങ്ങൾ നമ്മുടെ ഈ ഹാപ്പി പാർക്കിൽ മാത്രമേ നമുക്ക് സന്തോഷം കാര്യങ്ങൾ. ഈ ഒരു ഹാപ്പി പാർക്ക് ഇങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന EFT ബേസിക്കും അഡ്വാൻസും മാസ്റ്ററും ട്രഷറൊക്കെ എന്തായിരിക്കും. പക്ഷെ ഇതിലൂടെ ഹാർഡ് വർക്ക് കാര്യങ്ങൾ, ഹാർഡ് വർക്ക് നമ്മൾക്ക് ഇത് നമ്മൾ തലയിലേക്ക് ഇൻസേർട്ട് ചെയ്യണമല്ലോ. ഈ അഫർമേഷൻസ് ഡെയിലി പറയുന്നു. അഫർമേഷൻസ് ഡെയിലി പറയുന്ന സമയത്ത് നമ്മുടെ തലയിലേക്ക് നമുക്ക് തലയ്ക്ക് ഒരു വൈബ്രേഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ഒരു സാധാ മെഡിറ്റേഷൻ കോഴ്സ് സാറുടെ ഒരു 5 6 8 ക്ലാസ് കേട്ടിട്ട് ഇദ്ദേഹത്തെ TK കരീം സാറിനെ നേരിട്ട് കാണുന്നു പറഞ്ഞു വന്ന വ്യക്തിയാണ് ഞാൻ. കാരണം വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ വേ ഓഫ് ടോക്കിംഗ് സ്റ്റൈൽ, പെർഫോമൻസ്, എങ്ങനെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ ഇരിക്കുന്ന പോലുള്ള ആൾ തന്നെയാണ് എന്നെ മൊത്തത്തിലൊരു വേരിഫിക്കേഷൻ കാണാൻ വേണ്ടി വന്നപ്പോൾ വളരെ പോസിറ്റീവ് എനർജി ഒരു ക്ലാസ് ആയിരുന്നു കോട്ടയത്തെ ക്ലാസ്. ഞാൻ എൻ്റെ മനസ്സിലെ ആ ഒരു
വിങ്ങലും സങ്കടങ്ങളും ടെൻഷൻസ് ഒക്കെ സ്വതവേ നമുക്ക് സാഡ് അതുപോലെ കാര്യം നമ്മൾ കരഞ്ഞതിന് ശേഷം സന്തോഷത്തിലേക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ പോലും എനിക്ക് പിന്നീട് ചെറിയ ഡാൻസും പാട്ടൊന്നും കളിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും മനസ്സിൽ ചെറിയൊരു പുഞ്ചിരി വേണോ വേണ്ടത് ചെറിയ പുഞ്ചിരി മാത്രമേ എനിക്ക് വന്നുള്ളൂ. എന്നാലും കോട്ടയത്തിലെ പ്രോഗ്രാം ഞാൻ ഈ 5-6 ക്ലാസ് കേട്ടതിന് ശേഷം കരീം സാറിനെ കാണാൻ വേണ്ടി കോട്ടയം വരെ ഞാൻ എൻ്റെ സുഹൃത്ത് വിനോദ് കുമാർ സാറുടെ കെയർ ഓഫിൽ ഞാൻ അവിടെ എത്തി. അപ്പൊ അതുകൊണ്ട് കണ്ടു, ക്ലാസ് കേട്ട് ഇഷ്ടപ്പെട്ടു. 2-ാം തീയതി മണി മൺസെറ്റ് കോഴ്സ് ഞാൻ ജോയിൻ ചെയ്തു. എന്താണെങ്കിലും ഇപ്പൊ 6ാമത്തെ ക്ലാസ് കഴിഞ്ഞ് 7ാമത്തെ ക്ലാസ്സിൽ നിന്ന് കേൾക്കാൻ നിൽക്കുകയാണ്. ഞാനൊരു ഡീറ്റോക്സ് വെൽനസ് സെന്റർ വർക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് പല കസ്റ്റമേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ക്ലാസ് ആദ്യത്തെ ആ 3 ദിവസം നന്നായി പോയ പോലെ കറക്റ്റായിട്ട് അപ് ടു ഡേറ്റ് ഡെയിലി 24 hours ഞാൻ രാത്രി 12:30-ക്കുള്ളിൽ സംഭവം ചെയ്തിട്ട് കിടക്കുന്ന ആളാണ്. ഇപ്പൊ എനിക്ക് 2 ദിവസത്തെ ക്ലാസ് പെൻഡിങ് ആണ്. 8ാമത്തെ ക്ലാസ് ഞാൻ ഇന്നലെ കേട്ടു. ഇപ്പൊ 9ാമത്തെ ക്ലാസ് കേൾക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ 7ാമത്തെ ക്ലാസ്സേ കേൾക്കുന്നുള്ളൂ. അപ്പൊ ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടി, കാര്യങ്ങൾ കിട്ടി. ഞാൻ ഇനി പാവപ്പെട്ടതിൽ നിന്ന് പണക്കാരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടെൻഷനും വിഷമങ്ങളൊക്കെ മനസ്സിൽ നിന്നും മാറ്റാൻ ശ്രമിക്കുന്നു. കാരണം 10-45 വയസ്സായി 12-14 പോലെ ടെൻഷൻസ് അനുഭവിക്കുന്നു. ജോലിയുള്ളിടത്ത കാലം ടെൻഷൻ ഉണ്ടാവും, എല്ലാ മനുഷ്യരും ടെൻഷൻ ഉണ്ടാവും, ഫാമിലിയിൽ ടെൻഷൻ ഉണ്ടാവും, വീട്ടിലുണ്ടാവും, അമ്മയും അച്ഛനും എല്ലാവരും ടെൻഷൻ ഉണ്ടാവും. പക്ഷെ മൊത്തത്തിൽ നല്ലൊരു ക്ലാസ് ആണ്. താങ്ക്സ് എ ലോട്ട് ഫോർ കരീം സർ ആൻഡ് ദ വിങ്സ് ഓഫ് നമ്മുടെ കൂടെയുള്ള ബദ്രിൻ സാർ, ഡാനി മാഡം, എല്ലാവർക്കും. പിന്നെ സാർ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, മീഡിയസിനും വെൻഡേഴ്സിനും എല്ലാവർക്കും ഒരു പരിധി വരെ, ആർക്കും ഒരു പരിധി വരെ സഹായിക്കാൻ പറ്റും. പക്ഷെ നമ്മളാണ് ചെയ്തത്. പിന്നെ ഒരു ഗുണം എന്താ വെച്ചാൽ ഈ 10 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞാലും നമുക്ക് അപ് ടു ഡേറ്റ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കാര്യങ്ങൾ കേട്ട് പഠിക്കാനുള്ള ഒരു സംഭവം ഉണ്ട്. എന്തായാലും ദേഷ്യപ്പെടുന്ന സമയത്ത് ദേഷ്യപ്പെടുന്നു, ദേഷ്യം കൂടുതലായിട്ട് വരാറില്ല, കൂടുതൽ സംസാരിക്കാറില്ല, ആരോടും കൂടുതലായിട്ട് സംസാരിക്കാറില്ല. വേണം സംസാരിക്കാൻ. പിന്നെ നമ്മൾ എന്നും വിളിച്ചാൽ കിട്ടുന്ന ആൾക്കാരെ വിളിക്കാതിരിക്കുമ്പോൾ ചില മനസ്സിലെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഫോൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആരെയും എപ്പോഴും വിളിച്ചാൽ കിട്ടാനും കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. സംസാരിക്കാറില്ല എന്ന് പറഞ്ഞ് സംസാരിച്ച് മതിയാവുന്നില്ല അവർക്ക്. വളരെ സന്തോഷം മൃദുല. പിന്നെ ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കുക, അന്ന് കോട്ടയത്ത് അവിടെ നേരിട്ട് തന്നെ കണ്ടിരുന്നു. അതുപോലെ തന്നെ അപ്പൊ തന്നെ അവർ തീരുമാനം എടുത്തു. അതാണ് അവരുടെ ഒരു പോസിറ്റിവിറ്റി. അപ്പോൾ തന്നെ അവർ തീരുമാനം എടുത്തു. അങ്ങനെ തീരുമാനമെടുക്കാൻ പറ്റായ്മയാകുന്നു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം. she took a decision. I want to attend money mindset treasure. ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്തു. ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 7 മാസത്തിന് ശേഷം ട്രഷർ കോഴ്സ് ഒക്കെ തുടങ്ങി, ട്രഷർ കോഴ്സ് തുടങ്ങി ഒരു മാസം ആകുമ്പോഴേക്കും നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി മാറും. ഉറപ്പായിട്ട് മാറുമെന്ന് മാത്രമല്ല, ഇതുവരെ ജീവിച്ചിരുന്നത് നരകത്തിലായിരുന്നുവെന്നും അന്ധകാരമായിരുന്നു പ്രശ്നമെന്നും ഈ അന്ധകാരമൊക്കെ മാറി അവിടെ പ്രകാശവും സന്മാർഗവും അതിശക്തമായ രൂപത്തിലുള്ള വെളിച്ചവും ലഭിക്കുന്ന ഒരവസ്ഥയുടെ ഒരു പോകും. അത് അവരുടെ ഒരു പ്രത്യേകതയാകുന്നു. കാരണം ഷി ഹാസ് ടേക്കൻ ഫൈനൽ ഡിസിഷൻ ടു ചേഞ്ച്. മഹാഭൂരിപക്ഷം ആൾക്കാരുടെയും പ്രശ്നം ഈ മാറ്റത്തിനുള്ള തീരുമാനമെടുക്കാൻ പറ്റാതിരിക്കുക എന്നതാണ്. സോ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ മൃദുല, നമ്മളിപ്പോ കോട്ടയത്തെ പ്രോഗ്രാം ആണെങ്കിലും ഇനി മണി മൈൻഡ്സെറ്റ് ആണെങ്കിലും നിങ്ങൾ ചെലവഴിച്ചതിന്റെ എത്രയോ ഇരട്ടി. ഇപ്പൊ അവർ പറഞ്ഞു മണി മൈൻഡ്സെറ്റ് എന്ന ഈ കോഴ്സിന് ഇങ്ങനെയാണെങ്കിൽ EFT എങ്ങനെയായിരിക്കും, EFTയുടെ ബേസിക് ഇങ്ങനെയാണെങ്കിൽ EFTയുടെ അഡ്വാൻസ്. ഇപ്പൊ അടുത്ത 29-ാം തീയതി എറണാകുളത്തും 5-ാം തീയതി നമ്മുടെ കോഴിക്കോട് വരുന്നുണ്ട്, അഡ്വാൻസ് വരുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും? അഡ്വാൻസ് ഇത്രയും ഉണ്ടെങ്കിൽ അതിന്റെ മാസ്റ്റർ എങ്ങനെയായിരിക്കും? ട്രഷർ എങ്ങനെയായിരിക്കും? ഈ കോഴ്സ് തന്നെ എങ്ങനെയാണെങ്കിൽ, അതായത് ഒറ്റ കാര്യം, നമ്മൾ മുടക്കിയതിനേക്കാളും എത്രയോ ഇരട്ടി ഇതിൽ നിങ്ങൾ കിട്ടിയോ ഇല്ലേ? അതൊന്ന് സംസാരിച്ചേ മൃദുല. ഞാന് പറഞ്ഞല്ലോ, കുറച്ചു മുമ്പേ പറഞ്ഞു, ഈ സാധാ ഫ്രീ കോഴ്സിൽ തന്നെ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടിയിട്ടാണ് ഞാൻ സാറിനെ കാണാൻ വന്നത്. മണി മൈൻഡ്സെറ്റിനോട് എനിക്ക് കുറച്ച് ഒരുപാട് നോളജ് കിട്ടി. ഞാനിപ്പോ എന്താണെന്നും മനസ്സിലാക്കി. എനിക്കിപ്പോ EFT ബേസിക് അഡ്വാൻസ് മാസ്റ്റർ ചെയ്യുന്നേക്കാളും ട്രഷർ കോഴ്സ് ഓൾറെഡി ഇൻക്ലൂഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്താണെങ്കിലും മണി മൈൻഡ്സെറ്റിൽ നമുക്കിപ്പോ 2000 രൂപ കൊടുത്ത് ചേർന്നത് ഒരിക്കലും അതൊരു വേസ്റ്റ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഓരോ മനുഷ്യന്മാരും ഇന്നിപ്പോ കേട്ടോണ്ടിരിക്കുന്ന, ഇതിൽ ജോയിൻ ചെയ്ത പലരും കേട്ടോണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല സത്യമെന്നും, നമ്മളിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റം ഈ മണി മൈൻഡ്സെറ്റിൽ കയറുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. കാരണം നമ്മൾ എങ്ങനെയാണ് ചിന്തിച്ചു പോയത് എന്താന്നൊക്കെ. അപ്പൊ മണി സെന്റിൽ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കോഴ്സ് എന്തായിരിക്കും ഒന്നിനൊന്ന് വെച്ചാണ്. അപ്പൊ അതുകൊണ്ട് എന്താണെങ്കിലും ചേരാത്തതിനത്തിൽ ചേരുക. മാക്സിമം വലിയൊരു എമൗണ്ട് ഒന്നല്ല 2000. മാക്സിമം മണി സെന്റ് മാത്രം ഫോക്കസ് ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് കേട്ട് വരുമ്പോൾ നമ്മൾ ടോട്ടൽ ചേഞ്ച് ആവും. എന്തായാലും ഞാൻ ട്രഷർ ചേരണം ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് സമയമാകുമ്പോൾ ട്രഷർ ഞാൻ ചേരും. അതിപ്പോ EFT ചോദിക്കട്ടെ, EFT ബേസ് ചെയ്തിട്ട് വേണോ ട്രഷർ ചെയ്യാതെ ട്രഷറിലൂടെ എല്ലാം ഇൻക്ലൂഡ് ആണ്. EFT എല്ലാം അതിൽ ഇൻക്ലൂഡ് ആണ്. ട്രഷറിൽ EFT ബേസിക് അഡ്വാൻസ് മാസ്റ്റർ എല്ലാം ഇൻക്ലൂഡ് ആണ്. ഓട്ടോമാറ്റിക് ട്രഷറിലേക്ക് പോയാൽ പോരെ? മതി ചെയ്താൽ മതി കേട്ടോ.
ശരി, വളരെ വളരെ താങ്ക് യു സർ. സന്തോഷം. നമുക്കുള്ള റിവാർഡ് ഇത് തന്നെയാകുന്നു. നിങ്ങളുടെ ഒരു അനുഭവവും മാറ്റവുമാണ് നമ്മളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നതും പ്രചോദിപ്പിക്കുന്നതും. ഇതുപോലെ ഓപ്പൺ ആയിട്ട് തുറന്ന്, കാരണം ഒത്തിരി ആൾക്കാരുടെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള വാക്കുകൾ പ്രവേശിക്കുകയും അവരുടെ ജീവിതം മാറുവാൻ നമ്മുടെ വാക്ക് കാരണമാവുകയും ചെയ്യും. നമ്മുടെ ഒരു വാക്ക് കൊണ്ട് ഒരു 10 മനുഷ്യർക്ക് മാറ്റം ഉണ്ടായാൽ അതിനേക്കാൾ വലിയൊരു നന്മ വേറെ ഇല്ല. മനസ്സിലായി? അടുത്താരാ സംസാരിക്കുന്നത്? ഒരു മിനിറ്റ് കൂടി, എറണാകുളത്തേക്ക് ഞാൻ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. എന്തായാലും എറണാകുളം പ്രോഗ്രാം ഞാൻ വരുന്നുണ്ട്. വെരി ആര് ഗുഡ്. വന്നാലും ഞാൻ ഉണ്ടാവും. എറണാകുളത്തെ പ്രോഗ്രാമോ കോട്ടയത്തെ പ്രോഗ്രാം ഒന്നാണെങ്കിലും രണ്ടും രണ്ടായിരിക്കും, ഒരു സംശയമില്ല. അതേ തെറാപ്പിയൊക്കെ ഒന്നുകൂടി ചെയ്യാം, നോ ഡൗട്ട്. ഓക്കെ, ഇനി അടുത്താരാ സംസാരിക്കുന്നത്? അടുത്ത ക്ലാസ് എപ്പോഴാണെന്നാ ചോദിക്കുന്നത്. അടുത്ത ക്ലാസ് April 1 വരും കേട്ടോ. April 2 or 3 വരും മണി മത്സരത്തിന്റെ അടുത്ത ബാച്ച്. എറണാകുളത്ത് ഒരു പ്രോഗ്രാം ഉണ്ട്, അതിനു മുമ്പ് 15-ാം തീയതി അടുത്ത ഞായറാഴ്ച പ്രോഗ്രാം വേറെ ഉണ്ട്. ശരി, ഇനി ആരാണ് സംസാരിക്കുന്നത്? ഒന്ന് മൈക്ക് ഓൺ ആക്കി സംസാരിക്കണം, അപ്പോഴേ കേൾക്കൂ. ആരാണ് സംസാരിക്കുന്ന ആൾ? പേര് പറയൂ. കേൾക്കുന്നില്ല. മൈക്ക് ഓൺ ആക്കും. നിങ്ങൾ ഫേസ് മാത്രമേ കാണുന്നുള്ളൂ. സംസാരിക്കുന്ന ആൾ മൈക്ക് ഓൺ ആക്കാത്തതുകൊണ്ട് കേൾക്കുന്നില്ല. ഹലോ, ജാഫർ ഖാൻ സംസാരിക്കുന്നില്ലേ? മൈക്ക് ഓൺ ആക്കിയിട്ട് സംസാരിക്കും. സാർ, ക്യാമറ ഓൺ ആക്കാൻ പറ്റാണ്ട് നന്നാവും. അത് ഞാൻ ഇവിടെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തിരിക്കുന്നുണ്ടേ. അതാ കുഴപ്പമില്ല, എന്നാ സംസാരിച്ചു. വലിയ ഒരു അറിവാണ് കിട്ടിയിരിക്കുന്നത് സാർ. ജീവിതത്തിൽ ഇതേപോലെ ഒരു അറിവ് കിട്ടിയിട്ടില്ല. ഈ പ്രോഗ്രാമിൽ വന്ന തന്നെ വലിയ സന്തോഷവും പടച്ച റബ്ബിന്റെ കൂടെ നന്ദിയും കടപ്പാടും പറയുന്നു. പ്രത്യേകിച്ച് കരീം സാറിനും എന്നെ സഹായിച്ച ആ സാറിന്റെ പേര് കിട്ടുന്നതിന്റെ വാട്സാപ്പിൽ ബന്ധപ്പെട്ട സാറിന്റെ പേര് വന്ന അവർക്ക് എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ അങ്ങേയറ്റത്തിന് നന്ദി പറയാൻ ഞാൻ ഓർക്കുകയാണ്. ഒരു 10 വർഷം മുമ്പൊക്കെ അത് കിട്ടിയിരുന്നെങ്കിൽ ജീവിതം ഇന്ന് സ്വർഗതുല്യമാവുമായിരുന്നില്ലേ? സ്വർണോ സാർ, എന്നെ മനുഷ്യനാക്കി മനുഷ്യന്റെ രൂപം മനസ്സിലാക്കാൻ കഴിഞ്ഞതും ഞാൻ തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ളതും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഈ ഒരു പ്രോഗ്രാമിലൂടെയാണ് സാർ. എത്ര പറഞ്ഞാലും അതിന് എന്ത് പറയണമെന്ന് അറിയില്ല. ഞാൻ ഒരുപാട് സന്തോഷവാനാണ്. ഒരുപാട് ഈ ഹാപ്പി പാർക്കിനോട് കരീം സാറിന്റെ പ്രത്യേകിച്ച് ഹൃദയത്തിന്റെ അങ്ങേയറ്റത്തുനിന്ന് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കണം സാർ. കണ്ണ് നിറഞ്ഞു പോവാണ്. സാറിന്റെ ഓരോ അറിവുകളും ഓരോ ക്ലാസ്സുകളും ഹൃദയത്തിന്റെ അങ്ങേയറ്റത്തുനിന്ന് നന്ദി പറയുന്നു സാർ. ഇത്രയും തിരിച്ചറിവ് കിട്ടിയതിന് തന്നെ വലിയ എത്ര പറഞ്ഞാലും മതിയാവില്ല സാർ. എത്ര പറഞ്ഞാലും ഹൃദയത്തിന്റെ അങ്ങേയറ്റത്തുനിന്നുണ്ട് തട്ടിയിട്ടാ പറയുന്നത് സാർ. മാറ്റങ്ങൾ തരുന്നതും ഈ അറിവിന്റെ അപ്പുറം വേറൊന്നുമില്ല സാർ. മനുഷ്യനെ തിരിച്ചറിയാനും മനുഷ്യന്റെ ഉള്ളിലുള്ള കിബറുകളും പണക്കാരെയും പാവപ്പെട്ടവനെ തിരിച്ചറിയാനുള്ള മനസ്സ് സാർ തിരിച്ചറിയാൻ വലിയ നന്ദി സാർ. വലിയ ഉപകാരമാണ്. പ്ലസ് ക്ലാസ്സിൽ സാർ എന്നെ ചേരാൻ പറഞ്ഞതിന് ഇൻഷാ അള്ളാ അതിന് ചേരും. സാറിന്റെ അനുഗ്രഹവും എനിക്ക് എപ്പോഴും ഉണ്ടാവുമെന്ന് ഞാൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ കരുതുകയാണ്. എനിക്ക് വാക്കുകളില്ല സാർ. വാക്കുകൾ കിട്ടണില്ല. എത്ര പറഞ്ഞാലും കടപ്പാടുണ്ട് സാർ. ഈ ജാഫർ സാർ ഈ മെഡിറ്റേഷനിൽ അദ്ദേഹത്തിന് ഫേസ് കാണിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് പറയുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ മണി മത്സരം ഇല്ല സാർ, അടുത്ത ബാച്ചിൽ പങ്കെടുക്കാം സാർ എന്ന് പറയും. അങ്ങനെ അദ്ദേഹം ഒത്തിരിയായി. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ മണി മത്സരത്തിൽ പങ്കെടുത്തതിന് ശേഷം നിങ്ങൾ ഒന്ന് പറയൂ എന്തായിരുന്നു കാര്യം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് നിങ്ങളോട് ഞാൻ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞപ്പം ഇത്രയും ഒരു വിഭവം ഇതിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ജാഫർ സാർ? ഇല്ല സാർ, ഒരിക്കലും ഇല്ല. ഇതൊരു പൈസയുടെ ഒരു പ്രശ്നമില്ല. ഇതൊരു പൈസ അല്ല സാർ. പൈസ എന്ന് പറഞ്ഞാൽ ആരും മാറി നിൽക്കരുത്. ഇത് എത്രയോ രൂപ നമ്മൾ തിന്നും, എന്തെല്ലാം ചെലവായി പോകുന്നു. ഇതൊന്നൊരു പൈസ അല്ല എന്ന് പറയാം. ഇതിന്റെ അറിവ് എന്ന് പറയുന്നത് ആഴത്തിലുള്ളതാണ് സാർ. കോടികൾ കൊടുത്താലും കിട്ടൂല സാർ. മനുഷ്യനെ തിരിച്ചറിയാനും മനുഷ്യന്റെ ഉള്ളിനെ മനസ്സിലാക്കാനും പാവപ്പെട്ടവന്റെ മനസ്സ്, പണക്കാരന്റെ മനസ്സ് ഒക്കെ നമ്മുടെ നാടിൻ നരമ്പുകളെയും നമ്മുടെ ശ്വാസകോശത്തിനെയും ഒക്കെ തിരിച്ചറിയാനും
പഠിപ്പിച്ചിരുന്ന കരീം സാറിന് വളരെ വളരെ പടച്ചറബ് ദീർഘായുസ് ആഫിയത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു സാർ. അങ്ങേയറ്റത്ത് നിന്ന് നന്ദിയുണ്ട് സാർ. അള്ളാഹുവിനെയാണ് തിരിച്ചറിയാനും സിസ്റ്റാവിനെ തിരിച്ചറിയാനാണ് ഈ ക്ലാസ്സിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മൾ സിസ്റ്റാവ് ആരാണോ എന്ന് മനസ്സിലാക്കാനാണ് ഈ ക്ലാസ്സിൽ നിന്ന് എനിക്ക് പരിപൂർണമായി കിട്ടുക. ശരിയല്ല സാർ? സിസ്റ്റാവ് ആരാണെന്ന് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും അതിലൂടെയാണ് വളരെ നമ്മൾ ചെറിയ പ്രായത്തിൽ എത്തിക്കുന്നത്. ചെറിയ പ്രായത്തിൽ മനസ്സിലാക്കി വെച്ചതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് കാര്യങ്ങളെന്നും മനുഷ്യരെല്ലാം വളരെ കണക്റ്റഡ് ആണെന്നും ബാക്കിയെല്ലാം അതിൻ്റെയൊക്കെ അത് ഇനി ട്രഷർ ചേരുമ്പോഴാണ് ട്രഷറാണ് നമ്മുടെ മാസ്റ്റർ. ട്രഷറിലെ ഒരു ക്ലാസ് ഓക്കെ സാർ. മതി. ട്രഷറിലെ സാർ ഒരു ക്ലാസ് ഇത്രയും ക്ഷമയോടെ എനിക്ക് ഒരു വാക്കോട് ഇത്രയും ക്ഷമയോടെ വേറൊരു മാഷ് കേൾക്കാറില്ല. ഇത്ര ക്ഷമയോടെ കേൾക്കുന്ന ഈ ഹൃദയത്തിന് വളരെ വളരെ അങ്ങേയറ്റം നന്ദി പറഞ്ഞു സാർ. ഇത്രയും നമ്മളാ ജനങ്ങളിപ്പം എന്റെ മുമ്പിൽ സംസാരിച്ച മേഡം 10 മിനിറ്റോളം സംസാരിച്ചു. ദേഷ്യമില്ലാതെ പരിപൂർണമായ ഹൃദയത്തോടെ സ്വീകരിച്ച് അതിന് മറുപടി കൊടുത്ത കരീം സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല സാർ. അങ്ങേയറ്റം ഹൃദയത്തിന്റെ അങ്ങേയറ്റത്തുനിന്ന് നന്ദി പറയാനല്ലാതെ വേറൊരു വാക്കില്ല സാർ. ഈ ക്ഷമയോടെ ഈ വിനയനം കേൾക്കുന്നതും എത്ര ക്ഷമയോടാണ് സാർ കേൾക്കുന്നത്. ഈ ഹൃദയം പടച്ചറബ് മരണം വരെ അള്ളാഹു നിലനിർത്തി തട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു സാർ. ഈ പാവങ്ങളെ സഹായിക്കുന്ന ഈ ഹൃദയം അള്ളാഹു എന്ന് നിലനിർത്തി തട്ടെ. നിങ്ങൾ പാവങ്ങളെന്ന് പറയരുത് കേട്ടാ. പാവങ്ങളൊന്നും ഇല്ല. ഇല്ല സാർ, അങ്ങനെയല്ല സാർ. പാവങ്ങളല്ല, നമ്മൾ അറിവ് മനുഷ്യര് സർവശക്തര് നമ്മളെ പാവങ്ങൾ എന്ന് പറഞ്ഞ അറിവില് നമ്മൾ കുറഞ്ഞവരാണ് സാർ. ആ അറിവിനെ തിരിച്ചു തന്ന് അറിവുള്ളവരാക്കി മാറ്റാനുള്ള ഈ ഹൃദയത്തിന് പരമകാരനായ ശക്തൻ വീണ്ടും വീണ്ടും ലോക ജനതയ്ക്ക് അറിവ് നൽകാനുള്ള ആയുസ് ദീർഘായുസും നാഥൻ തരട്ടെ എന്ന് പ്രത്യേകിച്ച് നോമ്പ് സമയത്ത് ഓർമ്മപ്പെടുത്താണ്. പടച്ചന്റെ അടുത്ത് ദുആ ഇരക്കാണ്. ഓക്കെ ഒരു കാര്യം വളരെ ശക്തമാണ്. പാവങ്ങളില്ല, പക്ഷെ അറിവിൽ കുറവാണ്. അത് കറക്റ്റാണ്. അറിവിലാണ് ദാരിദ്ര്യവും അറിവിലാണ് ധന്യതയും. വളരെ കറക്റ്റാണത്. വേറെ ഒന്നും തീർച്ചയായും സാർ. അത് തന്നെയാണ് എനിക്ക് ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സാർ. തീർച്ചയായും അറിവ് തന്നെയാണ് സാർ. ചാൻസ് വീണ്ടും സാറിന്റെ അനുഗ്രഹം ഉണ്ടാവുന്നു. വീണ്ടും ഈ ക്ലാസ് കേൾക്കാനും മുന്നോട്ട് പോകാനും നാഥൻ തൗഫീഖ് തരട്ടെ. ഓക്കെ സാർ. വളരെ സന്തോഷം. ഓരോരുത്തരും സംസാരിക്കുന്നത് വളരെ കുറഞ്ഞ സമയം സംസാരിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അവരിങ്ങനെ പറഞ്ഞു പോവാണ്. അതായത് അവരൊക്കെ നല്ല ആളുകളാണ്. അവരൊക്കെ തീരുമാനമെടുത്തു. അവിടെയാണ് ഈ തീരുമാനമെടുക്കാനാണ് പലർക്കും പറ്റാത്തത്. ട്രഷർ കോഴ്സ് ചേരണോ? അയ്യോ, തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. ഈ ട്രഷറിലൊക്കെ ജോയിൻ ചെയ്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവരൊക്കെ, ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ട്രഷർ ബാച്ച് 7 ഉള്ള ഒരാളൊന്ന് സംസാരിച്ചേ. ട്രഷറിലെ ഒരു ക്ലാസ്, ഇപ്പൊ അവസാനം എടുത്ത ഒരൊറ്റ ക്ലാസ് മനുഷ്യവംശം മുഴുവനും അത് സൂക്ഷ്മമായി അതിൽ ഓരോ വരിയും എടുത്ത് അത് പ്രായോഗികവൽക്കരിക്കുകയാണെങ്കിൽ പരിഹരിക്കാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഒരാൾ സംസാരിച്ച് ട്രഷറിലെ മണിമനുഷ്യരിലെ ആൾക്കാർ ഇങ്ങനെ സംസാരിക്കും, വേറെ ഒത്തിരി ആൾക്കാരുണ്ടാവും. എങ്കിൽ അതിന് കൂടെ തന്നെ ഞാൻ പറയട്ടെ, ട്രഷർ ക്ലാസ്സിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒന്ന് സംസാരിച്ച്, 7ാമത്തെ ബാച്ചിൽ കഴിഞ്ഞ ക്ലാസ്സൊക്കെ കേട്ട ഒരാളൊന്ന് സംസാരിച്ച്. അവർ മണി മൈൻഡ്സെറ്റ് പങ്കെടുത്തു, EFTയുടെ ബേസ് പങ്കെടുത്തു, അഡ്വാൻസ് ഇപ്പോൾ പങ്കെടുക്കാൻ വേണ്ടി പോവാണ്. 7ാമത്തെ ബാച്ച് കേട്ടോ. 6ാമത്തെ ബാച്ച് അവരൊക്കെ വളരെ എന്തുവാ പറയാ. 7ാമത്തെ ബാച്ചിൽ ഒരാളുണ്ടോ? ഇതിൽ കേൾക്കുന്ന ആരെങ്കിലും ഒരാളുണ്ടോ? ആർക്കും സംസാരിക്കാം, നേരത്തെ ഒക്കെ സംസാരിക്കാം. 7ാമത്തെ ബാച്ചിൽ ആരെങ്കിലും ഉണ്ടോ? സാറേ 6 ഉണ്ട്. 6 എന്നാ സംസാരിച്ചു. 6 മതി. 6ാമത്തെ ബാച്ച് ഇപ്പൊ ഏകദേശം കഴിയാറായി. എന്ത് പറയുന്നു ഡോക്ടർ? പറയൂ സാറേ, നമ്മൾ ട്രഷറിൽ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് നമ്മൾ എന്താണ്, നമ്മൾ എവിടെയാണ്, നമ്മുടെ സ്ഥാനം എവിടെയാണ്, എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് പ്രതിസന്ധി വന്ന് പെട്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ട്രഷറിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം പോയി. ട്രഷറിൽ വന്ന ഒരാളും ട്രഷറിൽ വരാത്ത ഒരാളും, ഇപ്പൊ ഞാനൊക്കെ എൻലൈറ്റ്മെന്റിലായിരിക്കണത്. അതായത് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടായത് എല്ലാം ദാനം കൊടുക്കണം എന്നല്ലേ, ആ ഒരു ലെവലിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്.
എന്ന് വെച്ചാൽ എല്ലാം മാറി, നമ്മുടെ ചിന്താഗതി മാറി, നമ്മുടെ ജീവിതം മാറി, നമ്മുടെ വരുമാനം മാറി, നമ്മുടെ ബിസിനസ് മാറി, എല്ലാം മാറി. നമ്മളൊരു പുതിയ എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്ന കഴിഞ്ഞ ഒരു ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എൻലൈറ്റ്മെന്റിനെ പറ്റി. അതുവരെ എത്താനുള്ള ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എത്രയോ പൈസ അവിടെ ഇവിടെ എവിടെ ഇവിടെയും കളഞ്ഞ് കുളിക്കണം. അതിനു പകരം ട്രഷറിൽ വന്നാൽ എല്ലാ പൈസയും നമ്മുടെ അക്കൗണ്ടിലേക്ക് ആക്കാം എന്ന് എനിക്ക് മനസ്സിലായി സാറേ. ഈ ട്രഷർ എന്ന് പറയുന്ന ഒരു നിധി ഈ ലോകത്ത് എല്ലാവർക്കും കിട്ടേണ്ട ഒന്നാണ്. പക്ഷെ ഇതെല്ലാവർക്കും കിട്ടില്ല. ഇത് കിട്ടണമെങ്കിൽ അവരുടെ വൈബ്രേഷൻ അവിടെ എത്തണം, എന്നാലേ കിട്ടുള്ളൂ. അത് കിട്ടിയവര് വിജയിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ട്രഷറിൽ കയറുക. ട്രഷറിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം, എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്ന ആറ്റിറ്റ്യൂഡ്, മനോഭാവം മാറി. ഇപ്പൊ ഞാൻ പറയട്ടെ, എനിക്കെന്ന് വെച്ചാൽ ഓരോ ക്ലാസ്സും വിലപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ട്രഷറിൽ വന്നു കഴിഞ്ഞാലാണ് ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അതിന് നമ്മൾ എല്ലാ ക്ലാസ്സും വീണ്ടും കേൾക്കണം. അപ്പോൾ വീണ്ടും എന്താ പറയാ, മണി മൈൻഡ് സെറ്റ് കേൾക്കണം, പിന്നെ വീണ്ടും സൺഡേ ക്ലാസ് കേൾക്കണം. എന്ന് വെച്ചാൽ നമുക്ക് അത്ര ഇമ്പോർട്ടൻസ്, പ്രാധാന്യം മനസ്സിലാവും. മറ്റുള്ളവർ പറയുന്നൊക്കെ തെറ്റായി, നമ്മളെ മനസ്സ് എന്ന് പറയുന്ന ആ ഒരു തട്ടിക്കൂട്ടലുണ്ടായിരുന്നു, അതിൽ നിന്ന് നമ്മൾ പുറത്ത് ചാടണമെന്ന് നമുക്ക് കുറേ ട്രെയിനിങ്ങിലൂടെ വന്നാൽ ഇത് മനസ്സിലാവുള്ളൂ. അങ്ങനെ അത് മനസ്സിലായി. ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞാല് സാറിനോട്, സാറിന്റെ ടീമിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കാരണം ദൈവമാണ് സാറിനെ അയച്ചത്. ഞാൻ ഇന്നലെ ആലോചിച്ചു, നമ്മുടെ വീട്ടിൽ 4 കുട്ടികളുണ്ട്, 4ാമത്തെ ആള് ദൈവം തന്നെ ആയിരുന്നല്ലോ എന്ന് ഞാൻ ഇന്നലെ ആലോചിച്ചു. ബാക്കി 3 കുട്ടികളും അവരങ്ങനെ ആയിരുന്നില്ല. കുറച്ചൊരു പറവിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം തന്നെ 4ാമത് വന്നു. അതെനിക്ക് അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇന്നലെ എനിക്ക് ഉറക്കം തന്നെ ശരി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് ആലോചിച്ചിട്ട്. താങ്ക് യു സോ മച്ച് സാറേ. താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ, വളരെ വളരെ സന്തോഷം. അപ്പോ ഞാൻ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഇത് വലിയൊരു കാര്യമാണ്. മനുഷ്യരെല്ലാവരും അന്ധകാരത്തിലാണ്. തോമസ് സാറ് സംസാരിക്കാൻ വേണ്ടി വന്നു തോന്നുന്നു. 7ാമത്തെ ബാച്ചിൽ അവസാനത്തെ ക്ലാസ് ഒക്കെ സാർ ആവർത്തിച്ച് കേട്ടോ തോമസ് സാറേ? കേൾക്കുന്നില്ല, സംസാരിക്കുന്നൊന്നും കേൾക്കുന്നില്ല. മൈക്കോണാക്കി സംസാരിക്കും, അപ്പോഴേ കേൾക്കും. മൈക്കോണാക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ കേൾക്കുന്നില്ല ഈ സാർ പറഞ്ഞോ. ഇതിൽ വന്നുകൊണ്ട് വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. കാരണം നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ മനസ്സിലാകത്തില്ല. എനിക്ക് EFT ആണ് എനിക്ക് നല്ലൊരു ഗുളികയായിട്ട് മനസ്സിലായി. പ്രശ്നങ്ങൾ എങ്ങനെതാ, എനിക്ക് ഇപ്പോഴും പഞ്ചായത്തും പ്രശ്നങ്ങളാണല്ലോ എന്നും. അതിപ്പോ നമുക്ക് മനസ്സിൽ വരുത്തി അതിനെ നമ്മുടെ മൈൻഡിന്റെ ഉൽപാദകം നടത്തുന്ന മനസ്സാണ്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആരാ? മനസ്സ്. അവനെ നിയന്ത്രിക്കാൻ ഒരു ഐഡിയ കിട്ടി. ഞാൻ ഇന്ന് രാവിലെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല പോകുന്നു. അതിലുപരി മണി മൈൻഡ് സെറ്റിന്റെ ആ വാക്യം നമ്മൾ ആവർത്തിക്കണം. പണമൊക്കെ വരാൻ വഴികൾ വരുന്നുണ്ട്, പക്ഷെ അത് പിന്നീട് ഞാൻ പറയാം. പക്ഷെ എന്തുകൊണ്ടെന്നാലും മനുഷ്യനെ ഭാവഭേദം വരുത്താനും മാനുഷിക മൂല്യങ്ങൾ വരുത്താനും സേവന സന്നദ്ധയിലായിട്ട് വരാനും ഈ ക്ലാസ് ഉപകരിക്കുന്നുണ്ട്. അത് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സന്തോഷം. ട്രഷറിന്റെ ക്ലാസ് ഇപ്പൊ അദ്ദേഹത്തിനൊക്കെ 65-70 വയസ്സിന് അടുത്തായി. ഈ പ്രായത്തിലാണ് അദ്ദേഹം ഇതൊക്കെ കേൾക്കുന്നത്. അതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. ട്രഷറിന്റെ ക്ലാസിന്റെ കണ്ടന്റിനോളം സമാനമായ അത്രയും ആഴമുള്ളൊരു സെഷൻസ് നിങ്ങൾ ലൈഫിൽ സാറ് കേട്ടിട്ടുണ്ടോ തോമസ് സാർ? ഉലകത്തിൽ കേട്ടിട്ടില്ല. ഇപ്പൊ ഞാൻ തന്നെ എന്നെ അറിയുന്ന ഇപ്പോഴല്ലേ. മറ്റേ നേരം വിളക്കും രാവിലെ ഇങ്ങനെ ഓരോരുത്തർ പറയാൻ പോവുക, അവർക്ക് നല്ല സന്തോഷം എന്നോട് തോന്നും, അത് കേൾക്കാൻ വേണ്ടി പിന്നെയും വീണ്ടും പോവും. ജനങ്ങളുടെ ഇടയിൽ നല്ല പേര് കിട്ടും. അപ്പൊ എന്റെ കാര്യവും വീടും അവതാളത്തിൽ പിള്ളേരെ പോലും എടുത്തിട്ടില്ല. വെരി ഗുഡ്. അദ്ദേഹം ഒരു നിഷ്കളങ്ക. ഇപ്പൊ ഞാൻ സാർ മൈക്ക് ഇതായി പോയി, ഒരു ക്ലാപ്പ് കൊടുത്തേ. വളരെ സത്യസന്ധമായ ഒരു വിലയിരുത്തലാണ് അദ്ദേഹം ഇവിടെ നടത്തിയത്. വളരെ ചെനുവിനാണ് അദ്ദേഹം, ഒന്നും പറയാനില്ല. മനസ്സിലായോ? ശരി, വളരെ സന്തോഷം. മണി മൈൻഡ്സെറ്റുള്ള ആളുകൾക്ക് ഇനി സംസാരിക്കാം. അത് വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെ ശ്രദ്ധിക്കാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ബൈബിള് വായിക്കുന്ന ആളുകൾക്ക് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവാതെ, മുമ്പ് പറഞ്ഞ ആൾക്കാർ കേട്ടിട്ട് സ്വന്തം ബുദ്ധിയെ ഉപയോഗിക്കാതെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ബൈബിളിലുള്ള കാര്യങ്ങൾ തന്നെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? തോമസ് സാറേ, അതൊന്ന് സംസാരിച്ചേ. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ല ഇത് പറയുന്നത് കേൾക്കുന്നില്ല? മൈക്കോണാക്കും. ബൈബിളില് അതിന്റെ അന്തസത്ത, അതിന്റെ ആഴം തന്നെയല്ലേ ഞാൻ ഈ പറയുന്നതൊക്കെ പലതും? കേൾക്കുന്നില്ല സാറേ, പറയുന്നത് കേൾക്കുന്നില്ല.
മൈക്ക് ഓഫാണ്. അത് എല്ലാ മതങ്ങളും, ഇനി ഖുർആൻ ആണെങ്കിലും ബൈബിൾ ആണെങ്കിലും ഹൈന്ദവ വേദങ്ങളാണെങ്കിലും എല്ലാം ഒരേ കാര്യമാണ് പറയുന്നത്. ഒന്നിലും ഒരു വ്യത്യാസമില്ല. 108 ഉപനിഷത്ത് പറയുന്ന അതേ കാര്യം തന്നെയാണ് ഈ പറയുന്നതെല്ലാം എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നത്. ശരി, അപ്പൊ ഇനി അടുത്ത ആരാണ് സംസാരിക്കുന്നത്? മണി മനസ്സിലൂടെ തിരിച്ചു പോകാൻ. ഇപ്പൊ ട്രഷർ ബാച്ച് നമ്മൾ അടുത്ത 8ാമത്തെ ബാച്ച് മെയിൽ തുടങ്ങുന്നുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യണം. മണി മനസ്സിൽ 15ഓളം ബാച്ച് ഇപ്പൊ കഴിഞ്ഞു. കഴിഞ്ഞ മണി മനസ്സിലുള്ള ഒട്ടുമിക്ക ആളുകളും നമ്മുടെ കഴിഞ്ഞ 7ാമത്തെ ബാച്ച് ജോയിൻ ചെയ്തു. ഇനിയുള്ള ആൾക്കാരെല്ലാം 8ലൊന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ മണി മൈൻഡ് ചെയ്യാത്ത ആളുകൾ നിർബന്ധമായും തീരുമാനം എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആൾക്കാർ പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റാത്തത്. കാരണം തീരുമാനം എടുക്കുന്നോടത്ത് ഒരു പ്രശ്നമാണ്. കാരണം തീരുമാനം എടുത്ത് പരിചയമില്ല. മനസ്സിലായോ? അതുകൊണ്ട് മണി മൈൻഡ് ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ. മണി മൈൻഡ് ആളുകൾ അടുത്തത് പറയുന്നതിന് മുമ്പ് എത്ര ആളുകൾക്ക് പുതിയ മണി മൈൻഡ് ബാച്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്? ഒന്ന് സംസാരിച്ചേ. ഒന്ന് സർ, ടൈപ്പ് ചെയ്ത്. എനിക്ക് താല്പര്യമുണ്ട്. ഓക്കെ 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 ശരി. ഇനി സംസാരിച്ച് ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. മണി മൈൻഡ് പുതിയ ബാച്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. ഇപ്പൊ തന്നെ ടൈപ്പ് ചെയ്തോളൂ. ഒത്തിരി ആൾക്കാർ ടൈപ്പ് ചെയ്യുന്നു. ശരി, ഇനി അടുത്താരാണ് സംസാരിക്കുന്നത്? 15ാമത്തെ ബാച്ചിൽ മണി മൈൻഡ് പങ്കെടുത്ത ഒരാൾ സംസാരിച്ചേ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ക്യാമറ ഓൺ ആക്കാൻ പറ്റുമോ? നേരത്തെ പിന്നെ മൈക്കൊക്കെ പ്രശ്നം. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. ഹാപ്പി പാർക്കിന്റെ കൂടെ 2-3 മാസമായി ജോയിൻ ചെയ്തിട്ട്. മണി ബേസിറ്റ് ഇപ്പൊ 8 ക്ലാസ് കേട്ടു. ഓരോ ക്ലാസ്സുകളും ഒന്നിനൊന്ന് മെച്ചമുള്ള ക്ലാസ്സാണ്. കൂടുതൽ സംസാരിക്കാനൊന്നും അറിയില്ല, എന്തും പറയാം. നല്ല ക്ലാസ്സാണ്. നമുക്ക് തീരുമാനങ്ങൾ സ്വയം എടുക്കണം നമ്മൾ ഏത് കാര്യത്തിന്. മറ്റുള്ളവരെ നോക്കി നിന്നാ ഒന്നും നടക്കൂല എന്ന് മനസ്സിലായി. കൂടുതലൊന്നും പറയാനില്ല. കേൾക്കുന്നില്ല? കേട്ടു. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ പേരെന്തായിരുന്നു? റജീന. റജീന, ഞാൻ ചോദിക്കുന്നത് മണി മൈൻഡിലെ കണ്ടന്റ് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ കേട്ട് അത് കൃത്യമായി അയാള് അതിന്റെ അന്തരാത്മാവ് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അയാളുടെ ജീവിതം മാറൂല്ലേ? മാറും. അതുപോലെ പ്രയത്നിച്ചാൽ മാറും. യെസ്, ഒരു സംശയമില്ല. ഇത്രയും ഈ ഒരു ഫീസിന്, പുതിയ അറിവുകൾ നേടാൻ കഴിഞ്ഞു മണി മൈൻഡ് കേട്ടതുകൊണ്ട്. ഈ ഒരു ഇവരെ ഫീസിന് കേൾക്കാം. ഈ ഒരു ഫീസിന് ഇത്രയും ക്വാളിറ്റി ഉള്ള സാധനം നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കിട്ടുവാൻ സാധ്യതയുണ്ടോ? ഇത് അതുപോലെ വേറെ ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഫസ്റ്റിലാണ് ഇങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. എന്നാലും 2000 രൂപക്കൊക്കെ മുകളിലാണ് ക്ലാസ്സുകൾ. ശരി, വളരെ സന്തോഷം. ഇതിനെ ഇത്രയും ആൾക്കാർ വന്ന് സംസാരിക്കാൻ വന്നത് വളരെയധികം സന്തോഷം. ഇത് നിങ്ങൾ ഒരു ഞാനൊരു സംരംഭികയാണ്. കുറെ കാലമായിട്ട് വീട്ടിൽ തയ്ച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ ചെറിയ ചെറിയ മാക്സികൾ അങ്ങനെ പ്രോഡക്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വീട്ടില്. ഓക്കെ, സന്തോഷം. ഏതായാലും നമ്മൾ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെ അനുഭവങ്ങൾ പങ്കുവെക്കുക എന്ന് പറയുന്ന വലിയ കാര്യമാണ്. ഒരാളെങ്കിലും നമ്മുടെ വാക്ക് കേട്ട് മാറിക്കഴിഞ്ഞാൽ അതിന് റിവാർഡ് നമുക്ക് കിട്ടും. നമ്മൾ വിചാരിക്കും പോലെ ഒന്നുമല്ല കഥ. മനുഷ്യരെല്ലാം ഒന്നാണ്. നമ്മൾ ആരെയും എന്താ പറയാ സഹായിക്കുകയോ അവർക്ക് സപ്പോർട്ട് കുറവാണ്. അതാണുള്ള എല്ലാത്തിനും പ്രശ്നം എന്ന് പറയാം. യെസ്, ഏതെങ്കിലും രൂപത്തിലുള്ള നമ്മുടെ വാക്കോ പ്രവൃത്തിയോ ചിന്തയോ മറ്റൊരാളെ ഉയർത്തുവാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിന് ഗുണം കിട്ടും, ഉറപ്പാണ്. അതുകൊണ്ട് നിഷ്കപടമായി ജീവിക്കണം. ഇവിടെ ഈ ഫീഡ്ബാക്ക് പറയുന്ന ആൾക്കാരെല്ലാം അതേ രൂപത്തിലാവുന്നു. അങ്ങനെ തുറന്ന മനസ്സുള്ള ആൾക്കാരാകും. ഏതായാലും വലിയ സന്തോഷം. ഇനി ആരാണ് സംസാരിക്കുന്നത്? റജീനക്ക് നന്ദി അറിയിക്കുന്നു. ഇനി സംസാരിക്കുന്ന ആരായിരുന്നു? നമസ്കാരം സർ. പറയൂ സർ. അനു. എന്റെ പേര് അനു എന്നാണ്, കോട്ടയത്ത് നിന്നാണ്. കേൾക്കാം, പറയൂ. ആദ്യം തന്നെ സാറിന് വളരെയധികം നന്ദി പറയുന്നു. ഇത്രയും നല്ലൊരു കോഴ്സ്, വളരെ മാറ്റം ഉണ്ടാക്കുന്ന ഒരു കോഴ്സാണ് സാർ തന്നിരിക്കുന്നത്. അതിന് സാറിനും സാറിന്റെ ക്രൂവിലെ എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ എന്നെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തോമസ് ചെറിയൻ സാറാണ്, പുതുപ്പള്ളിയിൽ നിന്ന് അല്പം മുമ്പ് സംസാരിച്ചിരുന്ന ആള്. എല്ലാവരോടും നന്ദി പറയുന്നു. വളരെ നല്ല കോഴ്സാണ്, വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഒരു ആത്മവിശ്വാസം കൂടുതലായിട്ട് ഉണ്ടാക്കി തരുന്നുണ്ട്. എല്ലാത്തിലും മൊത്തത്തിലൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. അനു സാർ, അന്ന് നമ്മൾ കണ്ടിരുന്നില്ലേ? കോട്ടയത്ത് വെച്ച് കണ്ടിരുന്നില്ലേ?
ഒരു നമ്മൾ കണ്ടിരുന്നു, കോട്ടയത്ത് ഞാൻ വന്നിരുന്നു സാർ. തോമസ് സാർ എന്നെ പ്രത്യേകം പരിചയപ്പെടുത്തിയിരുന്നു, ഇത് അതെ എന്റെ ആളാണെന്നൊക്കെ പറഞ്ഞിട്ട്. തോമസ് അതെ സാറിന് സാർ. നന്ദി അറിയിക്കുന്നു. കാരണം ഒരു മനുഷ്യനെ മാറ്റാൻ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ പുണ്യം, യാതൊരു സംശയമില്ല. ശരി അനു സാർ, ഒരു ചിന്തയും വേണ്ട, അടുത്ത ട്രഷർ കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടി തീരുമാനം എടുക്കുക. ഓക്കെ, തീർച്ചയായിട്ടും സാർ, ഞാൻ നല്ലോണം ആഗ്രഹിക്കുന്നു, അത് ചേരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ആഗ്രഹം അല്ല, നമ്മളത് തീരുമാനിക്കണം, ലക്ഷ്യമാക്കി വെച്ചിരിക്കുകയാണ്. വെരി ഗുഡ്. നിഷാജഹാൻ, ഓക്കെ, സന്തോഷം സന്തോഷം, വളരെ താങ്ക് യു ഹാപ്പി. സാർ. വളരെ ഇനി ആരാണ് സംസാരിക്കുന്നത്? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ, ഷമീറ സംസാരിക്കുന്നു. ഷമീർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ക്യാമറ ഓൺ ആക്കാൻ പറ്റുമോ? പറ്റുകയാണെങ്കിൽ നന്നാവും, എന്നാൽ ആളുകൾക്ക് കണ്ട് സംസാരിക്കുമ്പോൾ ഒരു ഇത് കിട്ടും. ക്യാമറ ഓൺ ആക്കാൻ പറ്റണില്ല. എന്നാ സംസാരിച്ചോളൂ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. സാറിനും ടീമംഗങ്ങൾക്കും നന്ദി പറയുന്ന ആദ്യം തന്നെ. എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതില് പങ്കെടുത്തേ. പിന്നെ ഒരുപാട് ആത്മവിശ്വാസം വന്നു. പിന്നെ പ്രശ്നങ്ങളെ നമ്മൾക്കാണ് പ്രശ്നത്തിനേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് മനസ്സിലായി. പിന്നെ ഒരുപാട് ടെൻഷൻ മാറി, പിന്നെ നെഗറ്റീവ് തോട്ടുകൾ മാറിക്കിട്ടി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ മുടക്കിയതാണോ നിങ്ങൾക്ക് കിട്ടിയതാണോ കൂടുതലുള്ളത് ഷമീറ? മുടക്കിയതിനേക്കാളും കുറെ സമാധാനവും പ്രതീക്ഷകളും ഒക്കെ ഉണ്ട്. പിന്നെ അതിങ്ങനെ ഫയലുകൾ മാറ്റണം എന്ന് പറഞ്ഞാൽ അത് മൈൻഡ് സെറ്റുകൾ കുറെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, സന്തോഷം. ട്രഷറിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി തീരുമാനം എടുത്തോളൂ കേട്ടോ. എന്റെ മോള് കുറെ പ്രശ്നങ്ങളിൽ കൂടെ കടന്നുകൊണ്ട്, അപ്പൊ അവൾക്ക് ഇപ്പൊ ഒരു കുറെ ഇതിൽ പങ്കെടുത്ത പിന്നെ കുറെ മാറ്റങ്ങള് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട്. അതായത് ഈ പ്രശ്നങ്ങളെ താലോലിച്ച് അതിനെ തീറ്റിപ്പോറ്റി ജീവിക്കുകയാണ് ആൾക്കാർ. ഇങ്ങനെ അതിൽ നിന്നൊക്കെ ഒരു മോചനങ്ങൾ വരുന്നുണ്ട്, മോചനം വന്നിട്ടുണ്ട്. മകള് എന്ത് ചെയ്യുന്നു? മകള് വർക്ക് ചെയ്യുന്നുണ്ട്. ഇടയിലൊക്കെ അങ്ങോട്ട് ശരിക്കും ഗവൺമെന്റ് PSC ലിസ്റ്റിലൊക്കെ മെയിൻ ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ കേറിയിട്ടൊന്നുമില്ല. നിങ്ങൾ മലപ്പുറത്താണോ തൃശ്ശൂരാണോ? തൃശ്ശൂര്. ഓക്കെ, ശരി, ഏതായാലും വലിയ സന്തോഷം. അടുത്ത ട്രഷർ ബാച്ച് VFTയിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്തു. ഓക്കെ, ശരി. ഇനി അടുത്താരാണ് സംസാരിക്കുന്നത്? ആരാണ് അടുത്ത് സംസാരിക്കുന്നത്? അഹമ്മദ് കുട്ടി നേരത്തെ ക്യാമറ ഓൺ ആക്കിയിരുന്നു. അഹമ്മദ് കുട്ടി സംസാരിക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ബിന്ദു പറയൂ. ഓക്കെ. ആരാണ് ആദ്യം സംസാരിക്കുന്നത്? അഹമ്മദ് കുട്ടിയാണോ ബിന്ദു ആണോ? ഞാൻ സംസാരിക്കട്ടെ സാറേ? പറഞ്ഞോളൂ, ബിന്ദു സംസാരിക്കും. ആദ്യം തന്നെ സാറിന് നന്ദി പറയാം. വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനൊരു മെഡിറ്റേഷൻ ക്ലാസ്സിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ മനസ്സറിഞ്ഞ പോലെ എനിക്ക് ജയന്തി അനിൽകുമാർ എന്ന് പറഞ്ഞ മേഡത്തിനെ എന്റെ മോള് മുഖാന്തരം പരിചയപ്പെട്ട് അങ്ങനെ ഞാൻ ഇതിലേക്ക് വന്നത്. എനിക്ക് ഈ പറഞ്ഞ പലതരത്തിലുള്ള ടെൻഷനുകളും മനസ്സെന്റെ കയ്യിൽ ഒതുങ്ങണില്ല. പല പല വഴിക്ക് പോയോണ്ടിരിക്കുക മനസ്സൊക്കെ, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. ഇപ്പൊ എന്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിച്ച് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. മണി മൈൻഡ് സെറ്റ് ക്ലാസ് ഞാൻ കേൾക്കുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് സങ്കടവും വരും. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്ത് വെറുതെ ഞാൻ കുത്തിരുന്ന് ആരുമില്ലാത്തപ്പോ വെറുതെ ഇരുന്ന് കരയുമായിരുന്നു. ഇപ്പോ എനിക്ക് അങ്ങനെ ഒരു കരച്ചിലൊന്നുമില്ല. ഞാൻ എന്നും ഇത് കേൾക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. പ്രപഞ്ചത്തിനോട് തന്നെ ഞാൻ പറയും, ഞാൻ കഴിഞ്ഞു പോയത് ആലോചിക്കണില്ല. എനിക്ക് പ്രപഞ്ചം തന്ന അനുഗ്രഹത്തിനെ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കും. മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. എന്റെ മനസ്സൊക്കെ ദേഷ്യമൊക്കെ ഇങ്ങനെ കുറഞ്ഞു. ആരോടും എനിക്കിപ്പോ ഒരു വിദ്വേഷമോ അങ്ങനെയൊന്നുമില്ല. എല്ലാരോടും നല്ലൊരു സൗഹൃദത്തിൽ പോവാൻ തന്നെയാണ് ഇപ്പൊ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് എന്താ പറയാ, ഞാൻ ട്രഷർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മണി മൈൻഡ് സെറ്റ് ക്ലാസ്
ഞാൻ കേൾക്കുമ്പോൾ നമ്മൾ ഇത്രയും നാളും ഒരു പണക്കാരെ കുറിച്ച് ചിന്തിച്ചത് നമ്മുടെ കാരണന്മാരൊക്കെ പറഞ്ഞു തന്നെ അവര് വലിയ ആൾക്കാരാണ്, അവരായിട്ടൊക്കെ നമ്മളൊക്കെ അടുക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു കേട്ടുകേൾവി കാരണം നമ്മൾ അവരെ ഒരു പേടി ഭയോടെയാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ സാറിന്റെ ക്ലാസ് കേട്ടപ്പോ അവരോട് കൂടാൻ എന്തിനു നമ്മൾ ഭയക്കണം, നമ്മളെപ്പോലെ തന്നെയല്ലേ അവരും. നമ്മുടെ മനസ്സ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും അവർക്കൊപ്പം എത്തും എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, സന്തോഷം. ബിന്ദു, നിങ്ങൾ ജയന്തി മാഡത്തിന്റെ കെയർ ഓഫിൽ വന്നതാണോ? അതെ അതെ അതെ, ട്രെയിനിന് കണ്ടു എന്ന് പറഞ്ഞ നിങ്ങളാണോ? എന്റെ മകളാണ് കണ്ടത്. അപ്പൊ മകളോട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ അമ്മക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അങ്ങനെയാണ് ഞങ്ങള് കണക്ട് ആയത്. ഞങ്ങള് ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ഞങ്ങൾ ഫോൺ മുഖാന്തരം സംസാരിക്കും, എല്ലാം ഷെയർ ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോ. നേരിട്ട് ഞങ്ങൾ കാണുന്നത് ഈ ഞായറാഴ്ച ഞങ്ങൾ വരുന്നുണ്ട്, എറണാകുളത്തേക്ക് വരുന്നുണ്ട്. എറണാകുളത്ത് ഈ ആഴ്ച വരുന്നെങ്കിൽ നിങ്ങൾക്ക് വളരെ ഭാഗ്യം. തെറാപ്പി ഒക്കെ ഉണ്ടാവും. അതിശക്തമായ പ്രോഗ്രാം ആയിരിക്കും. ജയന്തി മേഡം അവിടെ. എന്നാണ് ഞാൻ ജയന്തി നേരിട്ട് കാണാൻ പോണത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് നിങ്ങൾ എല്ലാവരും ഒരാളെങ്കിലും നമ്മൾ ലൈഫ് മാറ്റിയാൽ നമുക്ക് അറിയാത്ത മാർഗത്തിലൂടെ രക്ഷപ്പെടും. ജീവിതത്തിലേക്ക് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണണത്. ജയന്തി മാഡത്തിനെ എനിക്ക് ദയവായിട്ട് എന്റെ മകളിലൂടെ എനിക്ക് എത്തിച്ചു തന്നത്, അതിന് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ജയന്തി മാഡം എന്ത് പറയുന്നു? ജയന്തി മാഡം നിങ്ങളെ കണ്ടില്ല എന്നാ പറഞ്ഞത്. നിങ്ങൾ ക്യാമറ ശരിക്കും പിടിക്കും, അപ്പോഴേ നിങ്ങളെ കാണും. അതെ, എല്ലാവരും നന്നാവണം, അതിനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. നമ്മൾ മാത്രം നന്നായാ പോരല്ലോ, നമ്മളും നന്നാവുമ്പോ അതിൽ കൂടെ എല്ലാവരും നന്നാവണം. അപ്പൊ ഞാൻ പലരോടും പറയുന്നുണ്ട്, എല്ലാവരോടും പറയുന്നുണ്ട്, പക്ഷെ അവരങ്ങോട്ട് മുന്നിലേക്ക് എത്തണില്ലെന്ന് മാത്രം പറയുന്നുണ്ട് എല്ലാവരുടെ അടുത്തും. പക്ഷെ ഈ ആളാണ് മുന്നിട്ട് വന്നത് പറഞ്ഞേല്. അതായത് ഈ മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന കോഴ്സിന് ഒരാൾക്ക് ജോയിൻ ചെയ്യാൻ തോന്നുന്നില്ല എങ്കിൽ, ഇതൊക്കെ കേട്ടിട്ടും അങ്ങനെ ഒരു തോന്നൽ പോലും വരുന്നില്ല എങ്കിൽ, അതിനർത്ഥം അയാളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് 100 പിന്നെ ഒരു കാര്യം ജയന്തി മാഡത്തിനെ കുറിച്ച് പറയാൻ ഒരു കാര്യം കൂടി ഉണ്ട്. ഞാൻ എൻ്റെ അടുത്ത് മണി മൈൻഡ് സെറ്റ് പങ്കെടുക്കാൻ പറഞ്ഞു, 2-3 വട്ടം പറഞ്ഞ ആളാ. അപ്പൊ എനിക്ക് പറഞ്ഞ തന്നെ സാമ്പത്തികമായിട്ട് ഞാൻ ഇത്തിരി ഇങ്ങനെ നിക്കണ കാരണം എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ നമ്മളെ സാമ്പത്തികം പിൻവലിക്കണം. അതുകൊണ്ട് ഞാൻ ഇല്ല എന്നുള്ളൊരു ഇതിൽ നിൽക്കാൻ എനിക്കൊരു ജോലി ശരിയാവുമ്പോ ഞാൻ കേറാട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോ എൻ്റെ അടുത്ത് ജയന്തി മാഡം പറഞ്ഞു, മോളെ നീ ഇതിൽ എന്തായാലും കയറി, നിന്റെ എല്ലാ കാര്യം ഓക്കെ ആവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ യാതൊരു പരിചയമില്ലാത്ത ഒരാള് എനിക്ക് 2000 രൂപ തന്ന് സഹായിച്ചു. എനിക്കത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളാണ്. മനുഷ്യർ ഇത്ര നല്ലവരാണെന്ന് മനസ്സിലായില്ലേ? എല്ലാ മനുഷ്യരും നല്ലവരാണ് മനുഷ്യർ. യാതൊരുവിധ പരിചയമില്ലാത്ത ഒരാളാണ് അത് എന്നെ സഹായിച്ചത്. ജയന്തി മാഡത്തിന്റെ പ്രത്യേകത, ജയന്തി മാഡം വളരെ നല്ല ആളാണ്. അവർ ഫുഡ് ഭയങ്കര ടേസ്റ്റ് ആണ്. അവരെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്നതും എല്ലാം അവരാണ്. മനസ്സ് നല്ല ആൾക്കാരാണ് അതൊക്കെ ചെയ്യാൻ. അപ്പൊ നോക്കണം നിങ്ങൾ. അപ്പോ മനുഷ്യരുടെ ഒരു എന്താ പറയാ, അടങ്ങാത്ത നന്മ, വറ്റാത്ത നന്മയാണ് മനുഷ്യനൊക്കെ ഈ അറിവില്ലായ്മയും അന്ധകാരവും ഉള്ളിലെ മൂടലും കൊണ്ട് മറക്കപ്പെട്ടാണ് ഇരിക്കുന്നത്. അത് തുറന്നു കഴിഞ്ഞാൽ എല്ലാരും നല്ലവരാണ്. അപ്പൊ എനിക്ക് ഈ ട്രഷറിൽ വന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു മനോഭാവം വന്നത്, ഒരു സഹായിക്കാന്നുള്ള ഒരു സംഭവം വന്നത് ഇതിൽ വന്നതിന് ശേഷം. അപ്പൊ നമ്മൾക്കാവുന്നത് നമ്മൾ സഹായിക്കുക മനുഷ്യനെ. അതാണ് അവര് നന്നായെങ്കിലല്ലേ നമുക്കൊരു കാര്യമുള്ളൂ. എല്ലാവരും നന്നാവണം, നമ്മൾ മാത്രം നന്നായാ പോരല്ലോ. അത് വിചാരിച്ചാണ് ഞാൻ ആ ആളെ ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവന്നേ. സന്തോഷം. അവരുടെ സഹോദരിമാരെ കയറ്റിക്കൊണ്ടുവന്നു, നാത്തൂരെ കയറ്റിക്കൊണ്ടുവന്നു. ഇന്ന് അവരൊക്കെ അടുത്ത ബാച്ചിലും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. നിങ്ങളുടെ സുമതി ആവട്ടെ, ഗീതയാവട്ടെ, അവർ അടുത്ത ബാച്ചിലും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യിക്കണം. 1 വർഷമെങ്കിലും ഇതിന് കൂടെ കൊണ്ടുവരണം. നിങ്ങളിപ്പോ 2 ബാച്ച്, ഏകദേശം നിങ്ങളും പ്രീതിയും 1 വർഷം. പ്രീതിയൊക്കെ നന്നായി മാറിയില്ലേ ജയന്തി? പിന്നെ എന്റെ പിന്നെ പറയാനില്ല, 4ാമത്തെ ബാച്ചാണ് ഞങ്ങളൊക്കെ ട്രഷറിന്റെ. ആളൊക്കെ
പറഞ്ഞു എല്ലാവരും അതെ. ഇനി ഇത്തിരി മാറാനുള്ളത് ചേച്ചി മാത്രാണ്. ആൾക്ക് ഇത്തിരി മാറാനുണ്ട്. അത് കുഴപ്പമില്ല, അടുത്ത ബാച്ചിൽ അവരും മാറിക്കോളും. 4 പേര് വന്നതിൽ ഒരാളാണ് കുറച്ചൊരു ഇതുള്ളത്, അത് അടുത്തതിൽ മാറിക്കോളും. അത്രയും ഇഷ്യൂസ് ഉള്ള ആയിരിക്കാം. പക്ഷെ അതും അവർക്ക് വലിയ മാറ്റമുണ്ട്. ചെറിയ ഒന്നും കൂടി മാറാനുണ്ട്. അത് നമുക്ക് അടുത്ത ബാച്ചിൽ നമുക്ക് ശരിയാക്കാം കേട്ടോ. അത് ശരിയാവും. അതൊക്കെ ഓക്കെ ആയിക്കോളും. എല്ലാം ശരിയാവും. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ജയന്തി മേഡത്തിന് എല്ലാവരും ബിഗ് സല്യൂട്ട് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലുത് അതാണ്. അതായത് ഒരു സൂഫി കഥയുണ്ട്. അദ്ദേഹം വീട്ടിലോട്ട് വന്നപ്പോ കുറച്ച് ഫുഡ് കൊണ്ടുവന്നിരുന്നു പാചകം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം വീട്ടിലെത്തിയ സമയത്ത് ഫുഡൊക്കെ തീർന്നു, വളരെ കുറഞ്ഞത് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അദ്ദേഹം ഭാര്യ പറഞ്ഞു, ഇപ്പോ ഒരു റൊട്ടിയും ഇതും മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയൊക്കെ പാവപ്പെട്ട ആൾക്കാർക്ക് ദാനം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ആ ഗുരു പറഞ്ഞു, ഈ റൊട്ടി മാത്രം ബാക്കിയായി, ദാനം ചെയ്തതൊക്കെ റൊട്ടി മാത്രം നശിച്ചു, ദാനം ചെയ്തതൊക്കെ ബാക്കിയായി. മനസ്സിലായില്ല? ഈ റൊട്ടി മാത്രം ബാക്കിയായി, നശിച്ചു. ഇവിടെ എടുത്തു വെച്ച റൊട്ടി മാത്രം നശിച്ചു, ദാനം ചെയ്തതൊക്കെ ബാക്കിയായി എന്ന് പറഞ്ഞ പോലെയാണ് കാര്യം. നമ്മൾ ആത്മാർത്ഥമായി ചെയ്യണം. പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ടിയിട്ടോ ആണ്. നേരത്തെ തോമസ് സാറ് പറഞ്ഞ പോലെ, തോമസ് സാറ് വളരെ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. ആളുകൾ എല്ലാവരും ചെയ്യുന്ന പല പരിപാടിയും, ഇപ്പൊ നാട്ടിലുള്ള പല ആളുകളും വിവാഹ പരിപാടിക്ക് സഹകരിക്കുന്നവരും എല്ലാത്തിനും കൂട്ടിക്കൊടുക്കുന്നവരും, ഇവർക്കൊക്കെ ഉള്ളിലുണ്ടാവും, ഞാൻ പരിഗണിക്കപ്പെടണം, എന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, എനിക്ക് എവിടെ ചെന്നാലും ഇയാൾ അന്ന് സജീവമായത് കൊണ്ടാണ് പരിപാടി ഉഷാറായതെന്ന് പറയണം എന്നൊരാഗ്രഹം ഉണ്ടാവും. അതെങ്ങാനും പറയാതിരിക്കുകയോ പറയുന്നതിൽ കുറവ് വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോവുകയും ചെയ്യും. ഇത് മനുഷ്യന്റെ ഒരു സഹജമാണ്. പക്ഷെ ഒരു ആത്മീയത അറിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊന്നും ഇപ്പൊ പ്രത്യേകിച്ച് ട്രഷറൊക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടാവില്ല. കാരണം അവരുടെ ഉള്ളിൽ പ്രകാശം കയറി, മനസ്സിലായില്ല? അകത്ത് പ്രകാശം കയറി കഴിഞ്ഞാൽ പിന്നെ അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഗുണം നമ്മൾ തന്നെ അതിന് സാക്ഷിയാകുമ്പോൾ നമ്മളൊരു ആത്മീയ വ്യക്തിയായി മാറും. അതല്ലാത്തവരൊക്കെ അങ്ങനെയായിരുന്നു, യേശുക്രിസ്തു ഇങ്ങനെയായിരുന്നു, മുഹമ്മദ് നബി അങ്ങനെയായിരുന്നു, കൃഷ്ണൻ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ വിശദീകരിച്ച് സംസാരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, അവരങ്ങനെയായിരുന്നു. അത് ആത്മീയതയല്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ ആ ഗുണം നമ്മൾ സാക്ഷിയാകുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ പറയപ്പെട്ട കൃഷ്ണന്റെ ഗുണം ഒരു മനുഷ്യനിൽ സാക്ഷിയായി കഴിഞ്ഞാൽ ലോകത്ത് വല്ല പ്രശ്നം ഉണ്ടാവുമോ? ഒരു പ്രശ്നം ഉണ്ടാവില്ല. യേശുക്രിസ്തുവിന്റെ ഗുണം മിനിമം ക്രിസ്ത്യാനികൾക്കെങ്കിലും അതിന്റെ ഗുണം കിട്ടിയിരുന്നെങ്കിൽ ലോകം നന്നാവും. മുഹമ്മദ് നബിയുടെ ഗുണം മുസ്ലിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ലോകം നന്നാവും. ഇത് ഗുണം ആർക്കും അതിന് സാക്ഷിയല്ല. എല്ലാവരും ആ ഗുണത്തെക്കുറിച്ച് പറഞ്ഞിട്ട് മാറി നിന്ന്, ഇപ്പൊ ഈ ട്രഷർ ക്ലാസ് നിങ്ങൾ ക്ലാസ് കേട്ട്, ഇപ്പൊ മണി മൈൻഡ് സെറ്റ് എന്ന ക്ലാസ് കേട്ട് അതിന്റെ ഗുണം പറഞ്ഞിട്ട് നിങ്ങൾ പഴയ രൂപത്തിൽ തന്നെ പോവുകയാണെങ്കിൽ അതിൽ ഏറ്റവും അധികം നിരാശനാവുന്നത് ഞാനായിരിക്കും. കാരണം നിങ്ങൾ എന്നെ പൊക്കി പറഞ്ഞിട്ട് നിങ്ങളെ പഴയ പാട്ടിന് പോവുകയാണെങ്കിൽ ഞാൻ എടുത്ത പണിയൊക്കെ വൃഥ. ഇതുപോലെ തന്നെയാണ് ഈ ഗുരുക്കന്മാരുടെ ഒക്കെ കഥ. മനസ്സിലായോ? കാരണം നമ്മുടെ ലൈഫിൽ അതിനെ പ്രായോഗികവൽക്കരിച്ച് നമ്മളതായിട്ട് മാറുക അത് തന്നെയാണ് ഈ ആത്മീയത എന്ന് പറയുന്നത്. ശരി, ഇനി ആരാണ് സംസാരിക്കുന്നത്? മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്ത ഒരാൾ അഹമ്മദ് കുട്ടി സാറ് സംസാരിക്കുന്നുണ്ടോ? നേരത്തെ ക്യാമറ ഓൺ ആക്കിയിരുന്നു, സംസാരിച്ചേ. ഞാൻ കുറച്ച് തിരക്കലായിരുന്നു. ക്ലാസ് കേൾക്കുന്നുണ്ട്. എനിക്കിതിൽ പങ്കെടുത്ത ഒരുപാട് മാറ്റങ്ങൾ കേട്ടോ. ഞാൻ വളരെ അലസനായിരുന്നു. ഇതിന്റെ ശേഷം ഞാൻ വളരെ ആക്റ്റീവ് ആയിട്ടുണ്ട്. എനിക്ക് ക്യാമറ ഓൺ ആക്കാൻ പറ്റുമോ? ക്യാമറ ഓൺ ആക്കാൻ കഴിയില്ല. കുഴപ്പമില്ല. ക്യാമറ ഓൺ സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഡ്രസ്സൊക്കെ കഴിച്ചിട്ട്, അപ്പോ ഷർട്ട് കഴിച്ചിട്ട് അപ്പോ പറ്റൂല. സംഗതി കുഴപ്പമില്ല. വളരെ ഇതാണ്. എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ഞാൻ വളരെ സന്തോഷവാനാണ്. ഇപ്പത് മറ്റന്നാള്, അതായത് ഞായറാഴ്ച എറണാകുളത്ത് വരുന്നുണ്ട്. നേരിട്ട് കാണാൻ വളരെ ആഗ്രഹമുണ്ട്. കാര്യങ്ങൾ തുറന്ന് സംസാരിക്കേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ട്. ഇൻഷാ അല്ലാഹ് നേരിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കാണാം കേട്ടോ.
ഇൻഷാ അള്ളാ ഞാൻ വരുന്നുണ്ട്. ഓക്കെ, നേരിട്ട് കാണാം. സംസാരിക്കാൻ ഞാൻ തിരക്കിലാണ്. ഓക്കെ. സാധാരണക്കാരായ ആളുകളൊക്കെ ഇതിൽ വരിക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. മനസ്സിലായോ? വളരെ വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ ഞാൻ വളരെ വളരെ അലസനും കൂടിയാണ്. പതുക്കെ മാറി നല്ലൊരു മാറ്റമാണ് ഞാൻ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ സംസാരിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. ശരിക്കും ഒരു മനസ്സറിഞ്ഞ് സംസാരിക്കാൻ നിങ്ങളെ ഈ ക്ലാസ് കിട്ടില്ല. അതിൽ വളരെ വളരെ സന്തോഷം. അൽഹംദുലില്ലാ. ഞാൻ അള്ളാഹിനോട് നിങ്ങൾ നന്ദി പറഞ്ഞാൽ ഒരിക്കലും ഇല്ല. ഇൻഷാ അള്ളാ നേരിട്ട് കാണാം. ഓക്കെ. ശരി ശരി. നിങ്ങൾ ട്രഷറിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഒന്ന് മനസ്സിൽ എഴുതി വെക്കുക കേട്ടോ. ഞാൻ എന്നും എഴുതി വെച്ചിട്ടുണ്ട്. അത് നേരിട്ട് കണ്ടിട്ട് സംസാരിച്ച് എനിക്ക് ജോയിൻ ചെയ്യാൻ ഇൻഷാ അള്ളാ. തീർച്ചയായും തീർച്ചയായും. കാരണം ആൾക്കാരത് എഴുതി വെക്കണം, അപ്പോഴേ നമുക്ക് അതിൽ കഴിവ് കിട്ടും. നമ്മൾ തന്നെ അതൊന്നും എനിക്ക് പറ്റിയതല്ല, അതൊന്നും നടക്കുന്ന കാര്യമില്ല നമ്മൾ തന്നെ വിചാരിച്ചാൽ, അല്ലെങ്കിൽ അതിന് അത്രയും അതൊക്കെ നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ മനസ്സ് അതിനുള്ള കഴിവ് നമുക്ക് നൽകില്ല. എനിക്കതിൽ പങ്കെടുക്കണം, എനിക്കത് അനുഭവിക്കണം. ഒരു മനുഷ്യൻ തൻ്റെ ആയുസ്സിൽ എടുക്കുന്ന ഏറ്റവും പവർഫുൾ ആയ തീരുമാനം ട്രഷർ പങ്കെടുക്കുക എന്ന് തന്നെയായിരിക്കും. എന്താണ് ഉല്ലാസായ നിങ്ങളുടെ അഭിപ്രായം? ഒരു മനുഷ്യൻ തൻ്റെ ആയുസ്സിൽ എടുത്ത തീരുമാനത്തിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയ തീരുമാനം. അദ്ദേഹം ഒരുപാട് തീരുമാനങ്ങൾ എടുത്തു കാണും. നമ്മളെടുത്ത തീരുമാനങ്ങളുടെ അനന്തരഫലമാണ് നമ്മുടെ ലൈഫ്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ എടുത്ത തീരുമാനങ്ങളുടെ അനന്തരഫലമാകുന്നു നമ്മുടെ ജീവിതം. അപ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ ആയുസ്സിൽ എടുക്കുന്ന ഏറ്റവും ശക്തമായ തീരുമാനം പ്രഷർ അനുഭവിക്കുക എന്നതായിരിക്കും. എന്ത് പറയുന്നു ഉല്ലാസ് സാറേ? ഞാൻ അദ്ദേഹത്തെ മാത്രമേ കാണുന്നു. നാരായണ സാർ പിന്നെ എന്നും സംസാരിക്കാറുണ്ട്. ഉല്ലാസ് സാർ എന്ന് പറഞ്ഞത് ശരിയല്ലേ? അതെ സാറേ, ഉറപ്പായിട്ടും സാറേ. ഇപ്പൊ 7ാമത്തെ ബാച്ചിൽ എല്ലാവരും സൈലന്റ് ആയി പോയി എന്ന് തോന്നുന്നു സാർ. ഈ അറിവൊക്കെ കിട്ടി ഇത് നമ്മളൊരു സാക്ഷിയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ, അത് വലിയൊരു കാര്യമാണ്. നമ്മളെ തന്നെ അറിയുക, നമ്മുടെ ബലഹീനതകളെല്ലാം ഇങ്ങനെ പരിഹരിച്ച് വരിക, ഇത് ഈ നിമിഷത്തിൽ നിൽക്കുക, ഇതൊക്കെ വലിയൊരു സംഭവമാണ്. പിന്നെ സാറേ ഇപ്പോഴത്തെ ആക്ടിവിറ്റി മറ്റേ കപ്പലിലുള്ള ആളുകളെ കാണാൻ. സാറേ ഒരു കാര്യം ചെയ്യും, അതിന്റെ ആക്ടിവിറ്റി ഒന്നുകൂടെ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവില്ല. ഏതായാലും ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആകെ മാറുന്നില്ലേ? അതെ സാറേ, അതെ. നമ്മുടെ പഴയതിനെ മൊത്തം കളയണം സാറേ, ഇല്ലെങ്കിൽ അത് ഭയങ്കര പ്രോബ്ലം ആണ്. പഴയത് മൊത്തം നമ്മൾ മാറി, അത് അന്ന് പശ്ചാത്തപിച്ച് നമ്മള് എല്ലാം കളഞ്ഞു. ഇനി പുതിയ നമ്മള് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാവന വർദ്ധിക്കണു. വലിയൊരു ക്ലാസ് തന്നെയാണ് സാർ, ഉറപ്പായിട്ടും. താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, നാരായണ സാറിന് സംസാരിക്കാൻ താല്പര്യമുണ്ടോ? ട്രഷർ ക്ലാസ് എന്ന് പറയുന്നത് തുല്യതയില്ലാത്ത, അതായത് ഒരു മനുഷ്യന്റെ തന്റെ ആയുസ്സിൽ ഒരിക്കലെങ്കിലും അനുഭവിക്കേണ്ട, അല്ലെങ്കിൽ അനുഭവിച്ചു കഴിഞ്ഞാൽ തീർത്തും അകത്ത് പ്രകാശം നിറക്കുന്ന സത്യസന്ധമായ ജനുവിനായ ഒരു സെഷനല്ലേ നമ്മുടെ നായർ സാർ ഒന്ന് സംസാരിച്ചേ? അതുകൊണ്ടല്ലേ ഒന്ന് തീരുന്നതിന് മുമ്പേ മറ്റേതിലോട്ട് കയറാനുള്ള ആഗ്രഹം കാണിച്ചു നടക്കുന്നത്. ഇതൊന്ന് കിട്ടിയിട്ട് പോരാ, ഇതൊന്ന് കിട്ടിയില്ല, അടുത്തത് എപ്പോഴാണ് എന്നുള്ള ഈഗർനെസ് വന്നത് അതുകൊണ്ടാണ്. അതിന്റെ ആ മഹത്വം കൊണ്ട് തന്നെയാണ്. നോളേജും ബ്രെയിനിൽ കയറിയില്ല, അതിന് എഫക്റ്റ് വന്നില്ല, അത് വേറെ കാര്യം. ബട്ട് content is something different, something fantastic. അതുകൊണ്ടാണ് അടുത്തത് എപ്പോഴാണ് അടുത്തത്. അപ്പൊ ഈ 7ാമത്തെയും മിസ് ചെയ്തു. ഇനിയിപ്പോ 8ന് വേണ്ടിയാണ് നിൽക്കുന്നത്. ബദ്രുദ്ദീൻ സാർ പറഞ്ഞു 8നാക്കാനേ പറ്റുള്ളൂ, 7 പോട്ടെ എന്ന് പറഞ്ഞിട്ട്. 7 കഴിയട്ടെ. അതായത് സാറ് 70 വയസ്സായി, 76 വയസ്സായി ഇല്ലേ? 77ആയി 77 വയസ്സായി. അപ്പൊ സാറിന് ഈ ക്ലാസ് ഒരിക്കൽ കൂടി അനുഭവിക്കണം എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ചില ആളുകൾക്ക് റിപ്പീറ്റ് ചെയ്ത് അനുഭവിക്കുമ്പോഴാണ് അതിന്റെ ഒരു സത്യം മനസ്സിലാവുക. കാരണം അത് അത്രയും ആഴമാണ്. അല്ല, ഇതിൽ മാറാൻ കഴിയാത്തത് എന്റെ മിസ്റ്റേക്ക്. അഥവാ മാറാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ മിസ്റ്റേക്ക് ആണ്, അന്നും കൂടി എനിക്കറിയാം. അതുകൊണ്ടാണ് കറക്റ്റ് ചെയ്തുകൊണ്ട് അടുത്തത് പോണം എന്നുള്ളത്. യാതൊരു സംശയമില്ല. വെരി ഗുഡ്. ഏതെങ്കിലും ഒരാൾക്ക് ഇത് വർക്ക് ചെയ്യാണ്ടിരിക്കില്ല, ഉറപ്പ്. ഇത് വർക്ക് ചെയ്യാണ്ടിരിക്കില്ല എന്നത് ഉറപ്പല്ലേ നായർ സാറേ? ഒരു മനുഷ്യൻ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഉറപ്പും ഹോപ്പും ഇല്ലെങ്കിൽ പിന്നെ പുറകെ പോകത്തില്ലല്ലോ, അടുത്തതിലോട്ട് പുറകെ പോകത്തില്ലല്ലോ. ഹോപ്പ് 200% ഓൾറെഡി ഉണ്ട്. അതുകൊണ്ടാണ്
ശരി, പറയുന്നതും അതുകൊണ്ടാണ് അനുഭവിക്കാനുള്ള ഈഗർനെസ്സും വരുന്നത്. സന്തോഷം. ഇനി മണി മൈൻഡ്സെറ്റിൽ ആരെങ്കിലും സംസാരിക്കാൻ ബാക്കിയുണ്ടോ? നമുക്കിനി നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് എറണാകുളം പ്രോഗ്രാം. എറണാകുളം പ്രോഗ്രാം നമുക്കൊരു ഐതിഹാസിക സംഭവമാക്കണം. എൻ്റെ പുസ്തകം വിജയത്തിന്റെ രസതന്ത്രം എന്ന എൻ്റെ പുസ്തകത്തിന്റെ മൂന്നാം പതിപ്പ് ഏകദേശം 225 പേജുണ്ട്. അപ്പൊ അതിനർത്ഥം ഇതിനേക്കാളും കണ്ടന്റുകൾ ഉൾപ്പെടുത്തിയിട്ട് കുറെ കൂടി വിപുലപ്പെടുത്തി എഴുതിയ ഒരു പുസ്തകമാണ്. നേരത്തെ ഉള്ളത് 200 പേജായിരുന്നു. അപ്പൊ അതിനകത്തുനിന്ന് കുറെ കാര്യങ്ങളൊക്കെ മാറ്റി പുതുക്കി എഴുതിയതാവുന്നു. ട്രഷറിലേക്ക് വരേണ്ടത് ആദ്യം മണി മൈൻഡ് സെറ്റിലാണ് ജോയിൻ ആദ്യം മണി മൈൻഡ് സെറ്റ് ജോയിൻ ചെയ്തവർക്കേ ട്രഷറിൽ വരാൻ പറ്റൂ. എന്തുകൊണ്ടാണ് ചോദിക്കുകയാണെങ്കിൽ ട്രഷർ അനുഭവിക്കുന്നതിന് മുമ്പ് ഹാപ്പി പാർക്കിന്റെ കോഴ്സിൽ വന്നിട്ട് അവർക്ക് മാറ്റം ഉണ്ടാവണം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടരുത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ട്രഷർ എന്താണെന്ന് യാതൊരു ബോധമില്ലാതെ വരാൻ പറ്റില്ല. കാരണം അത് അത്രയും വലിയ ഒരു രഹസ്യാത്മകവും ആഴവും പലപ്പോഴും ഒരു സാധനമാണ്. അതുകൊണ്ട് ആരെയും ഇപ്പോൾ ഇത്രയും ബാച്ച് കഴിഞ്ഞല്ലോ, ട്രഷർ തുടങ്ങുന്ന സമയത്ത് ഒത്തിരി ആൾക്കാർ വരും അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യം കാണിച്ചുകൊണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ കൊടുക്കാറില്ല. എന്തുകൊണ്ട് കൊടുക്കാറില്ല ചോദിക്കുകയാണെങ്കിൽ അതിന് ഒരു ലോ ആൻഡ് ഓർഡർ ഉണ്ട്, അതനുസരിച്ചേ പോകും. അതുകൊണ്ട് ആദ്യം ഏപ്രിൽ ഫസ്റ്റ് വീക്കാണ് തുടങ്ങുന്നത്. ഏപ്രിൽ ഫസ്റ്റ് വീക്ക് മണി മൈൻഡ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സെൽമ ആദ്യം മണി മൈൻഡ് സെറ്റ് ഒന്ന് പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് മാറ്റം ഉറപ്പാണ്, ഒരു സംശയമില്ലാതെ എനിക്ക് മാറാൻ പറ്റുമെന്ന് ഉറപ്പായാൽ ട്രഷറിൽ ജോയിൻ ചെയ്യാം. ഞാൻ കുറെ കോഴ്സുകളും ചെയ്തു സാറേ. ഇത് പിന്നെ പഠിക്കണം എന്ന് ആഗ്രഹം വരുന്നു. ഇങ്ങനെ ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ മൈൻഡ് മാസ്റ്ററിങ്ങിന്റെ കുറച്ച് കോഴ്സൊന്നും ചെയ്ത് കഴിഞ്ഞായിരുന്നു. സാറെ ക്ലാസ് കേട്ടാലും പിന്നെ ജോയിൻ ആവണം എന്ന് ആഗ്രഹം. അല്ല, എന്റെ ഏതെങ്കിലും കോഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടോ നേരത്തെ? സാറതല്ല, ഞാനേ പിന്നെ അയാദിന്റെ പിന്നെ ഈ മൈൻഡ് പിന്നെ ചേർന്ന് കുറെ കോഴ്സിന് ചേർന്ന് ചെയ്തിട്ടുണ്ട്. മൈൻഡിന്റെ കുറെ കോഴ്സെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ സാറെ ഈ ക്ലാസ് കേൾക്കുമ്പോൾ കൂടുതലായിട്ട് പിന്നെ പഠിക്കണം എന്ന് ആഗ്രഹം വരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് തികച്ചും വ്യത്യസ്തമാണ്. നിങ്ങൾ വിചാരിക്കുന്ന, നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇതിലെ എല്ലാം. നിങ്ങൾ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും. നിങ്ങൾ ഈ മണി മൈൻഡ് സെറ്റിനെ പങ്കെടുത്താൽ മനസ്സിലാവും, നിങ്ങളുടെ ധാരണകളും കാഴ്ചപ്പാടും മുഴുവനും മാറും. അത് അത്രയും ആധികാരികമായി പറയാൻ കാരണം 15 ബാച്ച് കഴിഞ്ഞു. അടുത്ത ഏപ്രിൽ ഫസ്റ്റിൽ 16ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഗ്രൂപ്പിൽ അറിയിക്കല്ലോ അല്ലേ സാറേ? തീർച്ചയായിട്ടും. നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് ഗ്രൂപ്പ് അഡ്മിനെ കോൺടാക്ട് ചെയ്തോളൂ. ഏതെങ്കിലും ഗ്രൂപ്പിൽ നിങ്ങൾ ഉണ്ടാവില്ലേ? സെൽമ ഉണ്ടാവില്ലേ? അതിൽ അഡ്മിൻ ഉണ്ടാവും. അഡ്മിൻ നമ്മുടെ ഇതിന്റെ ആളായിരിക്കും, നമ്മുടെ പിന്നെ സ്റ്റാഫ് ആയിരിക്കും. അപ്പൊ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇപ്പൊ തന്നെ സീറ്റ് ഉറപ്പിച്ചോളൂ. ഡേറ്റ് നമ്മൾ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് 5ന്റെ ഉള്ളിലുണ്ടാവും. കാരണം ഏപ്രിൽ 5-ന് നമുക്ക് എറണാകുളത്ത് കോഴിക്കോട് EFT അഡ്വാൻസ് ഉണ്ട്. EFT അഡ്വാൻസിനൊക്കെ പങ്കെടുക്കണമെങ്കിൽ EFT ബേസിൽ ആദ്യം പങ്കെടുക്കണം. എല്ലാവർക്കും തുറന്നു കൊടുക്കാറില്ല നമ്മള്. അങ്ങനെ തുറന്നു കൊടുക്കുമ്പോൾ പറയൂ. ഹലോ, ഞാൻ ലളിതയാണ്. ഞാൻ സാറിന്റെ ഇത്രയും വലിയ ക്ലാസ് കിട്ടിയതിന് സാറിന്റെ ആദ്യം നന്ദി പറയുന്നു. നല്ല കോഴ്സാണ് സാറേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു കോഴ്സ് ഞാൻ അറിഞ്ഞിട്ടില്ല. നേരത്തെ ഈ അറിവ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ നേരത്തെ ഞാൻ വലിയൊരു കോടീശ്വരി ആയേനെ. ഞാനൊരു LICയുടെ ഒരു ഏജന്റ് കൂടിയായിരുന്നു. അപ്പോൾ ഈ സാറ് പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇനി അങ്ങനെ ആരും അറിയത്തില്ല. എന്നാലും നമ്മുടെ അടുത്തൊക്കെ ചെറിയ ചെറിയ വീടുകളിലൊക്കെ പരിചയക്കാരൊക്കെ നമ്മളിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് ഒരുപാട് ഫെയിലായി എനിക്ക് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ ഈ നിമിഷമെങ്കിലും എനിക്ക് ഈ ക്ലാസ് കിട്ടാൻ കഴിഞ്ഞതിലും ലോകപരിചയം എന്താണെന്ന് അറിയാൻ കഴിഞ്ഞതിലും എങ്ങനെയൊക്കെ ആൾക്കാരും ഇടപഴകണം എന്നുള്ളതുമായ വ്യക്തമായും നല്ലൊരു ക്ലാസ്സാണ് എനിക്ക് കിട്ടിയത്. അതിൽ സാറിനോടും ഈ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളോടും ഞാൻ നന്ദി പറയുന്നു. ഇനി അങ്ങോട്ടുള്ള എൻ്റെ ലൈഫിലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ പോകുമല്ലോ, അങ്ങനെ അധികം പോകുന്ന കൂട്ടത്തിലുള്ളതല്ല. പോയാൽ തന്നെ നമ്മൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതൊരു പ്രാർത്ഥനയിൽ നമുക്ക് ഒരു പ്രകാശമാണ് നമുക്ക് വരുന്നത്. ഒരു നമ്മുടെ ശരീരത്തിലെ ഒരു ചെറിയൊരു അനക്കവും ഒരു പ്രകാശം മാത്രമേ നമുക്കവിടെ കാണാൻ പറ്റുന്നുള്ളൂ. ഇത് ഏത് സാറിന് പറയണമെന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള
കാര്യങ്ങളിലേക്കൊക്കെ നല്ല നല്ല അറിവുകൾ സാറിൽ നിന്ന് കിട്ടുകയും അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ എനിക്ക് ഉതകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ സാറിനോട് ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സാറേ. ട്രഷറിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി തീരുമാനം എടുത്തോളൂ കേട്ടോ. ഓക്കെ ഓക്കെ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാതെ അത്രയും ലൈഫിൽ മാറ്റം കൊണ്ടുവരും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എല്ലാ കോഴ്സും എല്ലാവർക്കും നമ്മൾ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചാണ് പോവുക. ഇപ്പൊ മണി മൈൻഡ്സെറ്റ് പങ്കെടുക്കാത്ത ഒരാൾക്ക് ട്രഷറിൽ പങ്കെടുക്കാൻ പറ്റില്ല. EFT വേണമെങ്കിൽ നേരിട്ട് പങ്കെടുക്കാം. EFT പ്രോഗ്രാം വരുന്ന സമയത്ത് ഓക്കെ, നിങ്ങൾ ഇനി EFT ട്രഷറിൽ ജോയിൻ ചെയ്യാണെ നിങ്ങൾക്ക് അതിൽ EFTയും ബേസിക് അഡ്വാൻസ് എല്ലാം കിട്ടും. ഓക്കെ ശരി. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഹാപ്പി പാർക്ക് നേരിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന കോഴ്സ് ഒന്ന് മണി മൈൻഡ്സെറ്റ്, അതിന് വേറെ കോഴ്സും പങ്കെടുക്കണ്ട. അതുപോലെ EFT അതിനും നേരിട്ട് പങ്കെടുക്കാം. EFTയുടെ ബേസിക്, EFTയുടെ അഡ്വാൻസ്, EFTയുടെ മാസ്റ്റർ, ട്രഷർ കോഴ്സ്, ഈ 3 എണ്ണം നേരിട്ട് പങ്കെടുക്കാൻ പറ്റില്ല. EFTയുടെ ബേസിക്കിൽ പങ്കെടുത്തവർക്ക് മാത്രമേ അഡ്വാൻസും മാസ്റ്ററും പറ്റൂ. ഏതെങ്കിലും ഒരു കോഴ്സ് മണി മൈൻഡ്സെറ്റ് അല്ലെങ്കിലും ഇപ്പൊ EFT പങ്കെടുത്താലും അവർക്ക് മാറ്റം ഉണ്ടാവും, അതിശക്തമായ മാറ്റം ഉണ്ടാവും. അവർക്ക് വേണേൽ ട്രഷറിൽ വരാം. ഇനി അതും അല്ലെങ്കിൽ ഇപ്പോ വാർഷികം നടക്കാൻ വേണ്ടി പോകുന്നു, വാർഷികത്തിൽ നമ്മൾ വേറെ ടോപ്പിക്കായിരിക്കും, ഇതുവരെ ഇല്ലാത്ത ടോപ്പിക്, എല്ലാം വ്യത്യസ്തമായിരിക്കും. നമ്മുടെ എല്ലാ ക്ലാസ്സുകളും വ്യത്യസ്തമായിരിക്കും. അപ്പൊ അടുത്ത തിരുവനന്തപുരത്ത് ഏപ്രിൽ 26 വാർഷികം നടക്കുന്നുണ്ട് ഹാപ്പി പാർക്കിന്റെ. അതിൽ അതിശക്തമായ പ്രോഗ്രാമും തെറാപ്പിയും ഉണ്ടാവും. അതിൽ പങ്കെടുത്ത ആൾക്കാർക്ക് ട്രഷറിൽ പങ്കെടുക്കാം. എന്തുകൊണ്ട്? അവർക്ക് മാറ്റം അനുഭവിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ ഏപ്രിൽ 19 തീയതിയാണ്. അതാർക്കും നേരിട്ട് പങ്കെടുക്കാം. വാർഷിക പരിപാടിയിൽ ആർക്കും നേരിട്ട് പങ്കെടുക്കാം. പുതിയ ആൾക്കാർക്കൊക്കെ പങ്കെടുക്കാം. കോഴിക്കോട് വെച്ച് നടക്കുന്ന ഹോട്ടൽ അപ്പോളോ ഡിമോറോയിൽ വെച്ചിട്ടാണ്. നമ്മൾ വാർഷിക ഇത്തവണ 3 ജില്ലകളിലേക്ക് സ്പ്ലിറ്റ് ചെയ്തതാണ്. എന്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ വാർഷികം നടത്തിയപ്പോൾ നമ്മുടെ ഹോട്ടലിൽ ഉൾക്കൊള്ളുന്നതിന്റെ എത്രയോ ഇരട്ടി ആളുകളുടെ രജിസ്ട്രേഷൻ വരികയും ഹോട്ടലിൽ സ്ഥലമില്ലാത്തൊരവസ്ഥ വരികയും ചെയ്തു. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് മാറിയിട്ട് കുറെ കൂടി ആളുകൾക്ക്, ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്കുള്ള ആളുകൾക്ക് അവിടെ തന്നെ പങ്കെടുക്കുവാൻ അവിടെ ഒരു വാർഷിക പരിപാടിയും, എറണാകുളത്തൊന്നും കോഴിക്കോടൊന്നും, അങ്ങനെ 3 ജില്ലകളിൽ സ്പ്ലിറ്റ് ചെയ്താണ് ഇത്തവണ നമ്മൾ വാർഷികം നടത്തുന്നത്. അതിലൊക്കെ എല്ലാവർക്കും പങ്കെടുക്കാം. അതിൽ പങ്കെടുക്കുമ്പം ഇതിൻ്റെ ഒരു ജെനുവിനിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ സ്വന്തം മാറ്റം അനുഭവിച്ച ആൾക്കാരാണ് പിന്നീട് ട്രഷറിലും മറ്റുമൊക്കെ വരുന്നത്. നേരിട്ട് വന്നു കഴിഞ്ഞാൽ, ട്രഷറിൽ ആര് നേരിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിനു മുമ്പ് നമ്മളൊന്ന് പാകപ്പെടേണ്ടതുണ്ട്. ശരിയല്ലേ മുഹമ്മദ് സാറേ? ട്രഷറിൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ അത് ദഹിക്കുവാൻ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുവാൻ ആളാവില്ല. നേരത്തെ മാറ്റം തുടങ്ങിയ ഒരു പാകമായ മനസ്സിന് മാത്രമേ ട്രഷർ ഉൾക്കൊള്ളാൻ പറ്റൂ. Can you agree, മുഹമ്മദ് സാർ? യെസ് സാർ, തീർച്ചയായിട്ടും. അത് ട്രഷറിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആദ്യത്തെ മൈൻഡ് സെറ്റോ അതുപോലെ എന്തെങ്കിലും ചെയ്യുമ്പോഴാണല്ലോ ഇതിന്റെ ഒരു ബേസിക് നമ്മുടെ മൈൻഡിലേക്ക് വരുള്ളൂ. അത് വരാണ്ട് മറ്റേലേക്ക് കയറിയിട്ടൊരു കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഗുണമുണ്ടാവണം, അതാണ് നമ്മുടെ ലക്ഷ്യം. കോഴിക്കോട് എന്നാണ് വാർഷികം ചോദിക്കുന്നു. അത് ഏപ്രിൽ 19 ഏപ്രിൽ 19 കോഴിക്കോട്, ഏപ്രിൽ 26 എറണാകുളം, മെയ് 3 ഏപ്രിൽ 26 തിരുവനന്തപുരം, മെയ് 3 എറണാകുളം. ഇങ്ങനെയാണ് 3 ജില്ലകളിൽ പ്രോഗ്രാം. എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. വാർഷികം നമുക്ക് ഗംഭീരമാക്കണം. അതിനു മുമ്പ് നമുക്ക് എറണാകുളത്ത് അടുത്ത ഞായറാഴ്ച ഒരു ഗ്രാൻഡ് പ്രോഗ്രാം ഉണ്ട്. സാർ അതിന്റെ രജിസ്ട്രേഷൻ ഒക്കെ ക്ലോസ് ആയില്ല ഏകദേശം? സാധ്യതയിലുണ്ടോ? സാധ്യതയിലുണ്ടോ? സാറുണ്ടല്ലേ? രജിസ്ട്രേഷൻ ഒക്കെ ഏകദേശം ആയില്ലേ? എങ്ങനെയാണ്, എന്തുവാ അവസ്ഥ? ഇനി ആൾക്കാർക്ക് മുമ്പ് രജിസ്ട്രേഷൻ ചെയ്ത് വരാത്ത ആള്, അതായത് നേരത്തെ രജിസ്റ്റർ ചെയ്ത് വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പകരം കയറാൻ പറ്റുമോ അല്ലേ? ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ. ഇനിയും ആരെങ്കിലും പങ്കെടുക്കാനുള്ളവരൊന്ന് പറഞ്ഞോളൂ. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ലീവ് പറയും. 10, 100, 200, 300 ആള് രജിസ്ട്രേഷൻ ചെയ്യും. പക്ഷെ എന്നാൽ ചില ആളുകൾക്കെങ്കിലും അന്നൊരു ഇതുണ്ടാവും, അവർക്ക് പകരമായിട്ട് കയറാൻ പറ്റും. ഏതായാലും അന്നത്തെ സെഷന്റെ അനുഭവങ്ങളൊക്കെ അടുത്ത തിങ്കളാഴ്ച നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. എന്താണ് അന്ന് നമ്മൾ പഠിച്ചത്, അനുഭവിച്ചത്, അടുത്ത തിങ്കളാഴ്ച നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും.
സോ എല്ലാവരും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? സമയം ഒത്തിരിയായി. ഇനി ആരെങ്കിലും മണി മൈൻഡ് സെറ്റിൽ സംസാരിക്കാനുണ്ടോ? ഓക്കെ, വളരെ സന്തോഷം. ഒരൊറ്റ കാര്യം കൂടി ചോദിക്കട്ടെ. മണി മൈൻഡ് സെറ്റിൽ 15ാമത്തെ ബാച്ചിൽ പങ്കെടുത്തവർ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. 100-ൽ എത്ര മാർക്ക് കൊടുക്കും നിങ്ങൾ ഈ കോഴ്സിന്? ഇപ്പോഴും തീർന്നിട്ടില്ല കോഴ്സിന്, 2 ദിവസമുണ്ട്. 100-ൽ എത്ര മാർക്ക്? ഒന്ന് ടൈപ്പ് ചെയ്തേ. 100-ൽ എത്ര മാർക്ക് കൊടുക്കും? മണി മൈൻഡ് സെറ്റിലെ ആൾക്കാർ ഇപ്പോഴും ഉണ്ടെങ്കിൽ, കാരണം ഒരുപാട് സമയമായി, നമ്മൾ 1.5 മണിക്കൂർ ആയി നമ്മൾ ഇതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഹലോ സാർ. ആ, പറയൂ പറയൂ. സാറേ, എനിക്ക് ലൈൻ കട്ടായി പോകുന്നുണ്ട്. ഞാന് മണി മൈൻഡ് സെറ്റില് 15ാമതിലുണ്ട് ഇപ്പൊ. പിന്നെ വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു എല്ലാം. പറയൂ ഹലോ. സർ, കേൾക്കാം. പിന്നെ എന്റെ വൈഫ് ഉണ്ടായിരുന്നു, കോട്ടയം പ്രോഗ്രാമിന് വൈഫ് ഉണ്ടായിരുന്നു. അപ്പൊ ഓരോ ക്ലാസ്സും ഒന്നും പറയാനില്ല, ഓരോരോ ക്ലാസ്സും പറയാനൊന്നും ഇല്ല. കാരണം എന്തോ ഒരു അത് അനുഭവിച്ചെങ്കിലേ അറിയത്തുള്ളൂ. അതൊന്നും പറയാനില്ല, അതാണ് ഏറ്റവും വലിയത്. ശരി. ഒരുപാട് വൈകിപ്പോയി എന്ന് പറഞ്ഞാൽ മതി. ഞാൻ സാറിന്റെ യൂട്യൂബ് കണ്ടാണ് ഇതിനകത്ത് വന്നത്. അപ്പൊ എന്റെ വിചാരം അത് മതി എന്നുള്ള ധാരണയായിരുന്നു. പക്ഷെങ്കിൽ അതൊന്നും അല്ല, ഞാൻ വൈകിപ്പോയി. അപ്പൊ അൽഹംദുലില്ലാ ക്ലാസ്സുകളൊക്കെ ഒന്നിനൊന്ന് മെച്ചം. ഇപ്പൊ ഈ റമദാൻ സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് ടൈമിംഗ് ഒരു പ്രശ്നമാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ലൈൻ കട്ടായി പോകുന്നുണ്ട്. കേൾക്കാം. ഏതായാലും വലിയ സന്തോഷം. അദ്ദേഹം റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താന്ന് തോന്നുന്നു. ഓരോന്നും നമ്മുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരും. ഒത്തിരി നേരത്തെ ചില ആൾക്കാരൊക്കെ ചിന്തിക്കും ഈ ഫ്രീ പ്രോഗ്രാം തന്നെ പോരെ, യൂട്യൂബിലെ ക്ലാസ്സുകൾ തന്നെ പോരെ. അതിനുള്ള മറുപടിയാണ്. ഇല്ല, അത് പോരാ, അത് പോരാ എന്നുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞ ഒരുപാട് വൈകിപ്പോയി. എനിക്ക് സമയമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞു ചേർന്നോളാൻ പറഞ്ഞു. പക്ഷെ വൈഫിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ അങ്ങനെ തന്നെയാണ് ഞാൻ വീണ്ടും ചേർന്നത്. എന്തായാലും ഒരുപാട് ദേഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഭയങ്കരമായിട്ട് ഒരു പ്രത്യേക ഒരു ഇതായി മാറിയേക്കുവാണ് ഇപ്പം. ഇനി ഫാമിലിയൊക്കെ പങ്കെടുപ്പിക്കണമെന്നൊക്കെ ഉള്ള ആഗ്രഹത്തിൽ തന്നെ നിൽക്കുകയാണ്. ഇനി അങ്ങോട്ട് ഹാപ്പി പാർക്കിന്റെ കൂടാണ് നമ്മുടെ ലൈഫ്. ഇൻഷാ അല്ലാ അത് റെഡിയാണ്. വൈഫിനോടും പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും കൂടി വന്നോളൂ, എന്നാ പിന്നെ നിങ്ങൾക്ക് ഈ ജീവിതം ധന്യമാവും. ഓക്കെ, ശരി, വളരെ സന്തോഷം. ഇനി ബാക്കിയുള്ള ആളുകൾക്ക് നമുക്ക് പിന്നീട് ഒരിക്കൽ സംസാരിക്കാം. എനിക്ക് കട്ടായി സാറിന്റെ വാക്കുകളൊക്കെ എനിക്ക് കട്ടായി പോകുന്നുണ്ട്. എനിക്ക് റെക്കോർഡിംഗിൽ നിന്ന് കേട്ടെങ്കിൽ എനിക്ക് ആ ഒരു തൃപ്തി വരത്തുള്ളൂ. ഞാൻ എത്ര നേരം കൊണ്ട് ട്രൈ ചെയ്യുമെന്നറിയാമോ? ഇവിടുത്തെ 4:30 ഞാൻ വെയിറ്റിംഗിൽ നിൽക്കുക. എവിടെയാണ് സാർ ഉള്ളത്? സൗദിയില്. ഓക്കെ. ഓ, വെരി ഗുഡ്. സൗദിയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇപ്പൊ അല്ലേ? അതെ സാർ. ശരി. ഏതായാലും വലിയ സന്തോഷം. ഷാനി സാറെ, നിങ്ങൾ ട്രഷറിൽ ജോയിൻ ചെയ്യുക. ജീവിതം മാറും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഗോഡ് മേ ബ്ലസ് യു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു.